കുളത്തിലിറങ്ങി പിടിക്കാനുള്ള ട്രെയിനിങ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എന്തോ കരയ്ക്ക് കയറട്ടെ, അപ്പൊ അറസ്റ്റ് ചെയ്യാം. ഭ്രാന്തന്റെ മുന്നിൽ എന്ത് പോലീസും പട്ടാളവും. ധൈര്യമില്ലെങ്കിൽ പറ സാർ. ചിട്ടി ഗോപാലൻ അയാളൊന്നും ചെയ്യരുത്. വിടാൻ ഗോപാലിനെ വിടാനാ പറഞ്ഞു. അവൻ ഭ്രാന്തനാ. ഇപ്പൊ ഒരാളെ കുത്തിയതേ ഉള്ളൂ. അവനൊന്നും ചെയ്യരുത്. അടുത്ത് വരരുത്. ഇങ്ങോട്ട് കേറി നിന്നെക്കാളും വലിയ മരങ്ങൾ പിടിച്ചിട്ടുണ്ട്. നിനക്കെന്തിനു പറ്റിയോ? ഇല്ല. ഓ മഹാഭാഗ്യം. പതുക്കെ പതുക്കെ വീടല്ലേ. ആരെങ്കിലും ഒന്ന് പിടിച്ചോ. സാറേ ഒന്ന് പിടി സാറേ. ഗോല ആംബുലൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നീ പേടിക്കണ്ട. എല്ലാരും ഒന്ന് ഒതുങ്ങിന്നേ ഒതുങ്ങിന്നേ. ഗോപാലിന് കുറച്ച് ശുദ്ധമായി കിട്ടട്ടെ. ഒന്ന് ഒതുങ്ങ്. ആംബുലൻസ് ഉണ്ട്. ഗോപാലൻ ധൈര്യമായിട്ട് കയറിക്കോ. താങ്കളുടെ പേര്? ബാലകൃഷ്ണൻ. കൺഗ്രാലേഷൻസ് മിസ്റ്റർ ബാലകൃഷ്ണൻ. ആ നരാധമന്റെ മരണപ്പിടിയിൽ നിന്ന് ഒരു സാധു മനുഷ്യൻ രക്ഷപ്പെടുത്താൻ താങ്കൾ കാണിച്ച മനോധൈര്യം അപാരം തന്നെ. ഈ ചങ്കൂറ്റത്തിന് പിന്നിലെ ചേതോ വികാരം എന്താണെന്ന് വ്യക്തമാക്കാമോ? ചേതവും ചേനയും ഒന്നുമല്ല. ചിട്ടി ഗോപാലൻ തട്ടിപ്പോയിരുന്നെങ്കിൽ എനിക്ക് അയാൾ തരാനുള്ള 14,500 രൂപ ആര് തരും? നിങ്ങൾ തരുമോ? പലവിധ തലവലി പിടിവലി ഓരോ തിരിമറി മറി തിരിയരി ഒരു ബഡ്ജറ്റുകൾ അഡ്ജസ്റ്റുകൾ ആക്രാന്തം തട്ടിത്തളയിടും അടവുകൾ തരികിട വട്ടച്ചിലവിന് ചില ചെറു നടപടി പോഷായാൽ ക്യാഷെല്ലാം പോക്കാടേ കാലം പങ്കില കാലം പല കണക്കു കൂട്ടണ കാലം വഴി വെട്ടാനൊരു പട്ടാണ്ടിന് പാടാടേ എന്നും പലവിധ തലവലി പിടിവലി ഓരോ തിരിമറി മറി തിരിയരി ഒരു ബഡ്ജറ്റുകൾ അഡ്ജസ്റ്റുകൾ ആക്രാന്തം മയക്കത്തിലായാലും തിടുക്കത്തിലായാലും വിരിഞ്ഞാടി നിൽക്കുന്നു സ്വയം നെയ്ത സ്വപ്നങ്ങൾ കനൽ വെന്തതായാലും കടം കൊണ്ടതായാലും തിരിത്തൂവൽ വീശുന്നു ഇനാവിന്റെ ജാലങ്ങൾ മിന്നിമാഞ്ഞരീ മോഹത്തിൽ മധുരനൊമ്പര പക്ഷികൾ മനസ്സിലുയരും ഈ സൂര്യദീപമായ മിന്നിമാഞ്ഞരീ മോഹത്തിൽ മധുരനൊമ്പര പക്ഷികൾ മനസ്സിലുയരും ഈ സൂര്യദീപമായ ഈ ബഡ്ജറ്റിന് അഡ്ജസ്റ്റിന് പാടാടേ ഇനി പോഷായാൽ ക്യാഷെല്ലാം പോക്കാടേ എന്നും പലവിധ തലവലി പിടിവലി ഓരോ തിരിമറി മറി തിരിയിനി ഒരു ബഡ്ജറ്റുകൾ അഡ്ജസ്റ്റുകൾ ആക്രാന്തം തട്ടിത്തടയിടും അടവുകൾ തരികിട വട്ടച്ചിലവിന് ചില ചെറു നടപടി പോഷായാൽ ക്യാഷെല്ലാം പോക്കാടേ ഓ
വാടി വീഴുമ്പോൾ തലോടുന്നതെന്താണ്? കുളിരണിഞ്ഞൊരു ചില്ലകളിൽ മഞ്ഞനൂലിനാൽ തഴുകിടാൻ മായയാകും ഈ ലോകവീതിയിൽ. കുളിരണിഞ്ഞൊരു ചില്ലകളിൽ മഞ്ഞനൂലിനാൽ തഴുകിടാൻ മായയാകും ഈ ലോകവീതിയിൽ. ഈ വട്ടത്തിന് അറ്റത്തിന് പാടാണ്, ഇനി പോഷായാൽ ക്യാഷെല്ലാം പോക്കാണ്. എന്നും പലവിധ തലവലി പിടിവലി ഓരോ തിരിമറി മറുതിരി ഇനിമൊരി ബഡ്ജറ്റുകൾ അഡ്ജസ്റ്റുകൾ ആക്രാന്തം. തട്ടിത്തറയിട മടവുകൾ തരികിട വട്ടച്ചിലവിന് ചില ചെറുതടപടി പോഷായാൽ ക്യാഷെല്ലാം പോക്കാണ്. കാലം പങ്കിയ കാലം പല കണക്കു കൂട്ടണ കാലം വഴിവെട്ടാനൊരു പട്ടാങ്ങിന് പാടാണ്. എന്നും പലവിധ തലവലി പിടിവലി ഓരോ തിരിമറി മറുതിരി ഇനിമൊരി ബഡ്ജറ്റുകൾ അഡ്ജസ്റ്റുകൾ ആക്രാന്തം. ഹലോ എത്ര പ്രാവശ്യം കോമള കാനാന്ന് വിളിച്ചു പറഞ്ഞത്? ചെവിയായിട്ടോടത് എനിക്ക്. ആണ്ടിൽ ഒരിക്കലെങ്കിലും നിനക്ക് നാക്ക് വെച്ചുറോ. ഞാൻ കേട്ടത് കാണാം കാണാം. അയ്യോ ഇതാരുടെ പരിചയമില്ലാത്തൊരു വണ്ടി? അയ്യോ കോമള, ഇതെന്താ ആ കൂടെ ഒരു പാച്ച് വർക്ക്? ഒന്നും പറയണ്ട എന്റെ ബാലു. കൊച്ചു വെളുപ്പാൻ കാലത്ത് ഞാനും എന്റെ വണ്ടിയും കൂടി ഒരു വാരിക്കുഴിയിൽ ലാൻഡ് ചെയ്തു. എന്റെ കുറച്ച് കമ്പനി പെയിന്റ് പോയി കിട്ടി. ആ അതൊക്കെ പോട്ടെ. ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് ഏത് വണ്ടിയാ പാർക്ക് ചെയ്തിരിക്കുന്നത്? അത് നന്ദിനി മാഡത്തിന്റെ പുതിയ കൈനറ്റ് ഹോണ്ടാ. ഏത് മാഡത്തിനെയാന്ന് എടുത്ത് മാറ്റാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈയിടെയായിട്ട് നിന്റെ സാറ് വീട്ടിൽ കൂടുന്നുണ്ട്. എന്തെങ്കിലും കാര്യം സാധിക്കാൻ കോമളിലൊറ്റ ചങ്ങാതി ഇതിനകത്ത് കയറിയാല ഊപ്പ ശിവായി. നിന്റെ ഈ അന്തക്കാനും ശരിയല്ല ബാലു. ഇതൊക്കെ സ്നേഹം കൊണ്ടല്ലേടാ. ഇത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. തോന്നി, സ്നേഹം ഒലിപ്പിച്ചപ്പോഴേ തോന്നി എന്തെങ്കിലും കാര്യം കാണാനുണ്ടാവുമെന്ന്. എന്റെ ഹൗസ് ഓണർ പെട്ടെന്ന് വാടക കൂട്ടി ചോദിച്ചിരിക്കുക. എന്റെ സാമ്പത്തിക പ്രതിസന്ധി നിനക്കറിയാമല്ലോ. എത്രയും വേഗം നീ കുറഞ്ഞ വാടകയ്ക്ക് ഒരു വീട് ഒപ്പിച്ചു തരണം. അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. തൽക്കാലം നീ ചെന്ന് ആ സൂപ്രണ്ട് ഭണ്ഡാരത്തെ ഒപ്പിടാൻ നോക്ക്. നേരെത്രയെന്നറിയോ? MD ആണെങ്കിൽ രാവിലെ മുതൽ 144 ഡിഗ്രി ചൂടായിരിക്കുക. ചെല്ലി. ഓ ആ കോമള, പിന്നെ ഈ കാശ് ഒന്ന് ബാങ്കിൽ അടച്ചിട്ട് വാ. സൂക്ഷിച്ചു പോണം, കാശ് കൊണ്ട് കളയരുത്. പിന്നെ ഇതുകൊണ്ട് ഓനിപ്പോ പോലീസ് എസ്കോർട്ട് വേണം. ഏതായാലും ഇപ്പൊ പുരോഗമനമുണ്ട്. 5ഉം 10ഉം ഒക്കെ പോയി 150 നോ, ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. ഈ ലോൺ സാങ്ഷൻ ആയില്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന ലോസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? സർ, കമ്പ്യൂട്ടറിൽ എന്തോ തകരാറ് പറ്റിയതാ. ആ ഫയൽ എറേസ് ആയിപ്പോയി. സോറി സർ. നത്തിങ് ഡൂയിങ്. 12 മണിക്കുള്ളിൽ പ്രോജക്ട് റിപ്പോർട്ട് വിത്ത് ബഡ്ജറ്റ് ഡീറ്റെയിൽസ് ബാങ്കിൽ എത്തിച്ചിരിക്കണം. നന്ദിനി, നീ എന്റെ PA ആയതുകൊണ്ട് മാത്രമല്ല, ഉറ്റ ചങ്ങാതിയുടെ മകളായി പോയതുകൊണ്ടാ കൂടുതൽ ഫ്രീഡം നൽകി. But this I won't tolerate. I want the file right now at any cost. ഡാഡി. No daddy mummy. ഇവിടെ ഞാൻ MD and you are my GM. സോറി, ആ ഫയൽ കറക്റ്റഡായി. റഫ് ഡ്രാഫ്റ്റും കാണാനില്ല. ഇനിയിപ്പോ ഷോറൂം ബഡ്ജറ്റ് ഫിഗേഴ്സ് പെട്ടെന്ന് ഇങ്ങനെ കിട്ടാനാ? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ലാൻഡ് 12 lakhs. കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് 2,57,000. ലേബർ ചാർജസ് 3,56,000. ഇലക്ട്രിക് കണക്ഷൻ 2,15,000. വാട്ടർ കണക്ഷൻ 1,18,000. ഇന്റീരിയർ ഡെക്കറേഷൻ ആൻഡ് Stop this nonsense. എന്താ ഇത്? ബഡ്ജറ്റ് ഫിഗേഴ്സ് ഫോർ ദ പ്രപ്പോസ്ഡ് ഫ്യൂറോർ ഷോറൂം സർ. ഈ ഹാർഡ് ഡിസ്കിൽ നിന്നും അത്ര വേഗം ഒരു ഫയലും ഇറേസ് ആയി പോകില്ല സർ. Are you sure? ഡബിൾ ഷുവർ. നന്ദിനി, മിഴിച്ചു നിൽക്കാതെ എഴുതിയെടുക്കൂ. Be quick.
ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാൻ കൊടുത്തേക്കൂ. യെസ് സർ. വെൽഡൻ ബാലു, വെൽഡൻ. തന്റെ ബ്രെയിൻ കാരണം വിചാരിച്ച സമയത്തിനുള്ളിൽ ഈ പ്രോജക്ട് റിപ്പോർട്ട് നമുക്ക് ബാങ്കിൽ എത്തിക്കാൻ കഴിയും. ഈ ലോൺ സാങ്ഷൻ ആയാൽ കമ്പനിക്കുണ്ടാവുന്ന നേട്ടം എത്രയാണെന്ന് അറിയാമോ? അറിയാം സാർ, പക്ഷെ എനിക്കുണ്ടാകാൻ പോകുന്നത് കോട്ടമാണ്. എന്ത് പറ്റി? വെറും 20 മിനിറ്റ്സ് ലേറ്റ് ആയി പോയി സാർ. അതുപോലെ ഇന്നും ഹാഫ് ഡേ ലീവ് എടുക്കാൻ ആ സൂപ്രണ്ട് സാർ പറയുന്നത്. ഹാഫ് ഡേ എന്ന് പറയുമ്പം രൂപ 125 ക്ലീൻ ആയിട്ട് അങ്ങ് പോയി കിട്ടുന്നത്. അതൊന്ന് ക്യാൻസൽ ചെയ്യിച്ച്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ഇന്നലത്തെ ഹാഫ് ഡേയും കൂടെ ഒന്ന്. താങ്ക് യു സാർ. ഇതുപോലെ എന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഫയലുകൾ ഇറേസ് ആയി പോണേ ദൈവമേ. ഓം ബ്രെഡായ നമഃ. ഓം ശൂന്യായ നമഃ. കുറച്ച് ഡയറ്റിംഗിലാണ്. ഓം പടം നമഃ. സ്വന്തം പാത്രത്തിൽ ശ്രദ്ധിക്കൂ. സത്യം പറയൂ ബാലു, എന്നോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ബഡ്ജറ്റ് ഫിഗേഴ്സ് മെമ്മറി എടുത്ത് വിളമ്പി തന്നത്? അതെ, ഭക്ഷണത്തിന് മുമ്പിലിരുന്നല്ല ശൃംഗാരം. നിന്നോടുള്ള സ്നേഹവും മോഹവും കൊണ്ടൊന്നുമല്ല. എന്റെ ഹാഫ് ഡേ ഹോമിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. ₹125. കൊല്ലം 2 എന്റെ ഒരു കോൺഫിഡൻഷ്യൽ ഫയൽ ബാലുവിന്റെ ടേബിളിൽ വെച്ചിട്ട്. ഇനിയെങ്കിലും നിർത്ത്. അതിന്റെ സബ്ജക്ട് വിവാഹവും റെഫറൻസ് പ്രേമവും നടപ്പില്ല മോളെ. എന്നെ വിട്ടേരെ. തൽക്കാലം മരം ചുറ്റി പ്രേമിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനുള്ള ടൈമില്ല. ബാലു, കൂടെ കൂടെ എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചേ നീ അടങ്ങൂ. എന്നാ കേട്ടുള്ളൂ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് കഴിഞ്ഞേ എനിക്ക് മറ്റെന്തുള്ളൂ. ഇതെന്തൊരു ജന്മം. ബാലു, എന്നൊന്ന് പറയാൻ അനുവദിക്ക്. എന്നാ പറ. നീ ഇപ്പോൾ താമസിക്കുന്ന രാഘവൻ നായരുടെ ചെറിയ എലിമാളമല്ല, ഇതൊരു അസൽ മാളികയാ, സിംഹമാളിക. അങ്ങനെയുള്ള ഒരു മാളികയിൽ 1 കൊല്ലത്തേക്ക് ഫ്രീ ആയിട്ട് താമസിക്കാവുന്നല്ലേ? അതെ, കംപ്ലീറ്റ് ഫ്രീ, മാർജിൻ ഫ്രീ. കോമള, മെനഞ്ഞാനത്തെ വീഴ്ചയിൽ നിന്റെ മണ്ടയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? അല്ല, ഇങ്ങനെ ബുദ്ധിക്ക് നിരക്കാത്ത ഓരോന്ന് പറയുമ്പോ ദിൽ തോ പാഗൽ ഹേ ആയോ എന്നൊരു സംശയം. അങ്ങനെ കൂടുതൽ സംശയിക്കാൻ വരട്ടെ. ആദ്യം നീ എന്റെ ഒപ്പം ഒന്ന് വാ. 1 കൊല്ലം മുമ്പ് എന്റെ എൽഡർ ബ്രദർ പണിയിപ്പിച്ചതായി വസന്തമാളിക. ഞാനും ബ്രദറും ഒക്കെ സ്റ്റേറ്റ്സിലാ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ മിസ്റ്റർ നമ്പ്യാർക്ക് ഇത് റെന്റ് ഔട്ട് ചെയ്തു. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം നമ്പ്യാരും ഫാമിലി ഇവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ? ഒരു നേരം പോക്കിന് കോമളനെല്ലാം പറഞ്ഞില്ലേ മിസ്റ്റർ ബാലുവിനോട്? ഇല്ല, ഇതൊന്നും പറഞ്ഞില്ല. അതെ, പറയേണ്ടവര് പറയണം, കേൾക്കേണ്ടവര് കേൾക്കണം. അതാണല്ലോ അതിന്റെ ഒരു ശരി. നമ്പ്യാരും ഭാര്യയും 3 കുഞ്ഞുങ്ങളും. എ റിയൽ ട്രാജഡി. ബ്രദറിന് ഇപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്താൽ മതിയെന്നാ. പക്ഷേ സൂയിസൈഡിന്റെ ദുഷ്പേര് കാരണം വാങ്ങാൻ ആരും തയ്യാറല്ല. അതിന് ബാലു, ഒരു ഷോർട്ട് പീരീഡ് ആരെങ്കിലും ഇവിടെ താമസിച്ച് ഇപ്പോഴുള്ള നെഗറ്റീവ് ഇമേജ് ഒന്ന് മാറ്റിയെടുത്താൽ. ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ 7 ഇയർ. വാടകയൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കോമളിനോട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ മിസ്റ്റർ ബാലുവിന്റെ പേര് സജസ്റ്റ് ചെയ്തു. ഒരു നേരം പോക്കിന് വേണ്ടെങ്കിൽ വേണ്ട. എന്താ മിസ്റ്റർ ബാലു തയ്യാറാണോ? സോറി സർ, 1 കൊല്ലം താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ 1 എനിക്ക് വളരെ അൺലക്കി നമ്പർ. മൈ ലക്കി നമ്പർ 2. യു മീൻ 1 കൊല്ലം എന്നുള്ളത് 2 ആക്കാമെങ്കിൽ എങ്കിൽ സാറിനും സാറിന്റെ എൽഡർ ബ്രദറിനും വേണ്ടി ഈ സാഹസം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാ. റിയലി? യെസ്, റിയലി സർ. താങ്ക് ഗോഡ്. എന്നാ വരൂ, നമുക്ക് വീടൊക്കെ ഒന്ന് കാണാം. ഓ, സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല, അവസ്ഥ. ഓ, അബദ്ധമായി. ഈ 2ന് പകരം ലക്കി നമ്പർ 5 എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. 5 കൊല്ലത്തെ വാടക അങ്ങ് സോൾവ് ആയി കിട്ടിയല്ലേ. അവതാര പുരുഷ. എന്താടാ? അത് തന്നെ ഞാൻ ചോദിക്കണത്. എന്ത് ചെയ്ത്? ഞാൻ പിയാനോ വായിച്ചല്ലേ. ഓ, നിന്റെ ഒരു ഒടുക്കത്തെ പിയാനോ വായന. ആദ്യം ഇതാണ് ഇവിടുന്ന് എടുത്ത് മാറ്റേണ്ടത്. അതെന്തിന്? ഈ പ്രേതബാധമുള്ള എല്ലാ വീട്ടിലും കാണും ഇതുപോലത്തെ ഒരു പണ്ടാറം മുടിഞ്ഞ പിയാനോ.
ഇതിന്റെ എവിടെ തൊട്ടാലും സൗണ്ട് കേൾക്കും. നീ എന്തിനാ തൊടാൻ പോയി? ഇങ്ങോട്ട് മാറുന്നില്ലേ? ബ്ലഡി ഫൂൾ. അല്ല, നിനക്ക് പേടിയൊന്നുമില്ലേ? ഉണ്ട്, നല്ല പേടിയുണ്ട്. അപ്പൊ വീരശൂര പരാക്രമെന്നൊക്കെ ഭാവിച്ചത് വെറും ജാടയാണല്ലേ? എന്റെ പേടി ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നില്ലല്ലേ. പിന്നെ ഇത്രയും വലിയൊരു ബംഗ്ലാവിന്റെ ഇലക്ട്രിക് ചാർജും വാട്ടർ ചാർജും ഞാൻ ഒറ്റയ്ക്ക് അടയ്ക്കേണ്ടി വരുമല്ലോ എന്നോർത്താ. 5 പ്രേതാത്മാക്കൾ രക്തം ഊറ്റിക്കുടിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന ഈ അസമയത്ത് ബഡ്ജറ്റിനെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്ന നിന്നെ ഞാൻ സമ്മതിച്ചളിയാ, സമ്മതിച്ച്. നിന്റെ മുമ്പിൽ പ്രേതങ്ങൾ വരെ ലജ്ജിച്ച് തല താഴ്ത്തും. ടുഡേ ഈസ് ഫ്രൈഡേ, ടൈം ഈസ് 12 midnight. ഗുഡ് നൈറ്റ്. പോടാ പേടിത്തൊണ്ട. 5 പ്രേതങ്ങളിലെ ഇന്നത്തെ അത്താഴത്തിന് നീ മതിയടാ. ബോധം കെടണ്ട, ഇത് ഞാനാ. ഞാൻ നിരപരാധിയാ. ബോധേശ്വരൻ നിന്റെ ബ്രദറില്ല. എന്റെ അമ്മൂ. അയ്യോ, തലേത് കാലെന്നറിയാൻ വയ്യല്ലോ. ആനന്ദവല്ലി എഴുന്നേക്ക്. ഇതാ നിന്റെ അനിയൻ വന്ന് നിൽക്കുന്നു. ഉണ്ണിക്കുട്ടാ എഴുന്നേക്ക്. എന്താ എല്ലാരും കൂടെ രാവിലെ? പറയാൻ ബ്രദറില്ല. അയ്യോ എന്റെ പൊന്നു ബാലു, ഞാനും എന്റെ ഈ പറക്കമുറ്റാത്ത കുഞ്ഞു പേര് വഴിയിലായടാ. തിരുമിഴി തുറന്നു. നടന്ന് ഭൂമി കുലുക്കുന്ന പോരാ, ഇനി പറന്ന് ആകാശം കൂടെ പിളർക്കുക. കയറി കിടക്കാൻ ഒരു വാടക വീടുണ്ടായിരുന്നതും പോയി. ആ ഒരു വീട് മാത്രമല്ലല്ലോ, വാടകയ്ക്ക് വേറെ വീട് കിട്ടും. കമ്പനി 1.5 വർഷമായി സസ്പെൻഷനില്ല. ഡിസ്മിസലായില്ലേ? റേഷൻ വാങ്ങിക്കാൻ പോലും കൈ കാശില്ല. വാടക കൊടുക്കാത്തോണ്ട് ഇറക്കിയും വിട്ടു. എനിക്ക് ആകെയുള്ളൊരു ബന്ധു നീ മാത്രല്ലേ ഉള്ളൂ. എളേമ്മയുടെ മോളാണെങ്കിലും ഞാൻ എന്റെ ചേച്ചിയല്ലേടാ. നീ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ എങ്ങനെയാടാ തെരുവിലിറങ്ങി തണ്ടണേ? ഒന്നുമില്ലെങ്കിലും നിനക്കെന്ത് തോന്നും? എനിക്കൊന്നും തോന്നില്ല. എന്ത് വേണമെങ്കിലും ആവാം, എന്നെ ശല്യപ്പെടുത്തരുത്. അയ്യോ അമ്മ എനിക്ക് വിഷം നടപ്പൂരി തെറിക്കണം. ഇവനൊരു മാറ്റമില്ലേ? ഈയം ഒരുക്കി ഒഴിച്ചവന്റെ ആസനം ഞാൻ അടയ്ക്കും. എന്റെ മോൻ ചെന്നാ കൊല്ലേന്ന് 2-3 വാഴപ്പഴം രാത്രിയെ ഞാൻ തീർത്തമ്മേ. അയ്യോ വെറും കാളാമുണ്ടാവും. എന്റെ മുച്ചിലോട്ട് ഭഗവതി, ഈ പണ്ടാരത്തിന്റെ പള്ളയിൽ കൊക്കപ്പുഴു മെഴുതിരി കൊളുത്തി വെച്ച് കുർബാന കൊള്ളുകയാണോ? ഞാൻ വലിക്കുന്ന ഭാരം കണ്ടില്ലേ? കുറച്ച് വിഷം വാങ്ങി തിന്ന് ചാകാമെന്ന് വെച്ചതേ ഇവന് എന്നെ വേണ്ടി വരും 1.5 കിലോ. ഈ അവസ്ഥയിൽ എന്നെ ഒന്ന് സഹായിക്കപ്പെടുന്നില്ല. വിഷം വാങ്ങാനാണെങ്കിൽ സഹായിക്കാം. ടോട്ടൽ എത്ര കിലോ വേണ്ടി വരും? ചവത്തി കുത്തലേടാ ബാലു. മറ്റൊരു വീട് കിട്ടുന്നവരെ നിനക്ക് ഒരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞങ്ങൾ ഒതുങ്ങി. അതൊന്നും ശരിയാവില്ല. അങ്ങനെ പറയരുത് ബ്രദറില്ല. ഓട്ടോ ഇടിച്ചിട്ടവന്റെ തലയിൽ സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലാണ് എന്റെ അവസ്ഥ. ഒരു 2 weeks അല്പമെങ്കിലും ഒന്ന് സെന്റിമെന്റലാകൂ. ആവാം, പക്ഷെ എന്നെ മെന്റലാക്കണം. ഏറിയാൽ 2 ദിവസം. അതിനുള്ളിൽ മറ്റു മാർഗം കണ്ടോണം. എന്റെ മുച്ചിലോട്ട് ഭഗവതിയാണ് മാറിത്തരാം. ബാലുമാമ വൈകുന്നേരം വരുമ്പോ ഒരു ചിക്കൻ ഫ്രൈ മേടിച്ചോണ്ട് വരണേ. മട്ടൻ ഫ്രൈ വേണ്ടേ? വൈകുന്നേരം ആവട്ടെ കേട്ടാ. ബ്രദറില്ല പറഞ്ഞ കേട്ടല്ലോ. ഓൺലി 2 days, അതായത് 48 മണിക്കൂർ. അത് കഴിഞ്ഞ ഔട്ട്. ഇപ്പൊ ബാലുവിന് ഇതൊക്കെ സില്ലി ആയിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ കമന്റ്സ് കേൾക്കുമ്പോ തൊലി പൊള്ളുക. ഓഹോ, അത്ര ചൂടുള്ള കമന്റ്സ് ആണോ? തമാശയല്ല. 5 ദുർമരണങ്ങൾ നടന്ന വീടല്ലേ അത്? എന്ത് ഭാവിച്ച ബാലു അതിനുള്ളിൽ കയറി താമസിക്കുന്നേ? അറിയോ, ഇന്ന് രാവിലെ ഇവിടെ ചിലര് ബാലുവിന് വേണ്ടി റീത്ത് കളക്ഷൻ വരെ തുടങ്ങി. മണ്ടന്മാർ എന്തറിയുന്നു ഇപ്പോ? ഇനി അഥവാ ആ ബംഗ്ലാവിനുള്ളിൽ പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെന്നെ ഒന്നും ചെയ്യില്ല. കാരണം സാമ്പത്തിക പ്രശ്നം മൂലം ആത്മഹത്യ ചെയ്ത ആത്മാർത്ഥതയുള്ള ആത്മാക്കളാണവർ. എന്റെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ അവർക്ക് നല്ലവണ്ണം മനസ്സിലാവും. എടി പെണ്ണെ, ആരെന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും കാശ് ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ ബ്ലോക്ക് ചെയ്യില്ല. ക്യാഷ് ഇല്ലാത്തവനെ ഇന്നത്തെ കാലത്ത് വെറും ആശ. അപ്പോ എന്നെക്കാൾ ബാലുവിന് വലുത് കാശല്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്ക്, നിന്റെ സ്നേഹമാണ് എനിക്ക് വലുത്, അല്ലാതെ കാശാണ് എനിക്ക് വലുത്. ഏതായാലും നിന്നെ ഉടനെ താലികെട്ടി കെട്ടിലമ്മയാക്കി വാഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ, വലിയൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എനിക്ക്. അതുവരെ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കാണെങ്കിലോ? ചിലപ്പോ പെൻഷൻ പ്രായം കഴിയും. ആയുസ് കഴിയുന്നതുവരെയും കാത്തിരിക്കാം. എങ്കിലോ? എന്ത് 15,000 രൂപ? ചുമ്മാ തമാശ പൊട്ടിക്കല്ലേ ജോണേ. ഏത്തോ ചോട്ടീസ് ബാത്ത് ഹേ. ഈ സാമ്പിൾ വരട്ടിന് ഒരു 5 പൈസ കൂട്ടിത്തരില്ല ഞാൻ. ശരി ശരി, അങ്ങനെയാണെങ്കിലേ കൊട്ടേഷൻ ഞാൻ വേറെ കൊടുത്തോളാം. ഓക്കെ. എന്താടാ പുതിയ കൊട്ടേഷൻ? ഒരു മൈനർ ഓപ്പറേഷനാ. നമ്മുടെ ആ മില്ലി നാരായണന്റെ മോളൊരു പീസ് ഇവിടെ കോളേജിൽ പഠിക്കുക. അതിന് സ്ഥിരമായി കോൺട്രാക്ട് എടുത്ത് ശല്യപ്പെടുന്ന ഞരമ്പ് രോഗിയുണ്ട്.
മില്ല് നാരായണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവനെ ഒന്ന് വരട്ടാനായിട്ട് ഞാൻ ആ ഇരുമ്പ് യോഗനെ പറഞ്ഞ് ഏർപ്പാടാക്കി 5000 രൂപ ശമ്പളം പറഞ്ഞ് ഉറപ്പിച്ചതാ. ഇപ്പൊ വിളിച്ചു പറഞ്ഞ് 15000 രൂപ വേണമെന്ന്. ഇതെന്താ ഗുണ്ടയില്ല പട്ടണോ? അല്ല ഈ വിരട്ടെന്ന് വെച്ചാ വെരി സിമ്പിൾ. ഒരു വിരട്ട്, ഒരു ചുരുട്ട്, ഒരു പെരട്ട്, അത്രേ ഉള്ളൂ. മാക്സിമം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു OP ടിക്കറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ശമ്പളം 5000 റെഡി ക്യാഷ് ആണല്ലോ. എന്റെ കൊട്ടേഷനൊക്കെ അങ്ങനെയാ. റെഡി മണി കുഞ്ഞിത്തായി. ഇന്ന് രൊക്കം നോ കടം. എന്നാ പിന്നെ തൽക്കാലം വേറൊരു ഗുണ്ടയെ തപ്പണ്ട നീ. 5000 എന്ന് വെച്ചാ ഞാൻ റെഡി. എന്ത് ആരായാലും ഒന്ന് വരട്ടിയാ പോരെ? അത് ഞാൻ ഏറ്റു. സത്യം സത്യം. കുടിച്ചത് മതിയടാ, കൊടുക്ക്. വാങ്ങിക്കടേ. നീയാണോടാ മില്ല് നാരായണന്റെ മകളുടെ പുറകെ നടക്കുന്ന പൂവാലൻ ആണെങ്കിൽ ഇന്നത്തോടെ നിന്റെ പൂവാലൻ പണി അവസാനിപ്പിച്ചോണം. അയ്യോ ഇനി ആ പെണ്ണിന്റെ പുറകെ നടന്നാൽ കൊന്നുകളയുന്ന ഞാൻ റാസ്കൽ. 5000 രൂപ ഓക്കെ. ഇതെനിക്ക്, ഇതെന്റെ ഭാര്യയ്ക്ക്, ഇതെന്റെ മോന്. ആർത്തി പണ്ടാരമാണെങ്കിൽ ഇന്ന് വലിയ കേട്ടെ. എന്തായിരുന്നു പ്രോഗ്രാം? അതെ, ഈ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ ഒരു കുറുക്ക് വഴിയുണ്ട്. പേസ്റ്റോഗ്രഫി. ഈ പേസ്റ്റ് ഇങ്ങനെ നോട്ടി തേച്ച് ഇപ്പൊ ഈ കള്ളന്മാരെ കണ്ടുപിടിക്കാനും പുതിയൊരു വഴിയുണ്ട്. ഇഡിയോഗ്രഫി, അഡിയോഗ്രഫി, ചൗട്ടോഗ്രഫി. വേണോ? അളിയനാണ് അമ്മായിയപ്പനാണെന്ന് പറഞ്ഞ് ഈ കുറുക്ക് വഴി ഗവേഷണം ഇവിടെ വേണ്ട. കൂടും കിടക്കെടുത്ത് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടേ വിടുന്നു. അയ്യോ, അളിയനായ എന്നെ വിട്. കയറി കിടക്കാൻ ഇടവില്ലാത്തതിന്റെ പെങ്ങളെങ്കിലും ഓർക്കണം. എന്താടാ മൂത്തളിയനെടാതോ? എന്താ ഇവനെയാണോ? ഞാൻ വിചാരിച്ചു എന്നെയാണ് വിളിച്ചതെന്ന്. അല്ല, അപ്പൊ അളിയ എന്റെ കാര്യം പെട്ടി പാക്ക് ചെയ്ത് വൈഫിനെയും കുട്ടിയെയും വിളിച്ച് ഇപ്പൊ ഇറങ്ങണം. പോവില്ല, പോവില്ല, പോവില്ല. എങ്ങനെയെങ്കിലും ഈ ദരിദ്രന്റെ കാല് പിടിച്ച് ഇവിടെ കൂടണം. എന്താണ് ഒരു മാർഗം? എടാ, കയറി വന്ന ഐശ്വര്യദേവത ചേട്ടനെയും ഭർത്താവിനെ ആട്ടി ഓടിക്കരുത്. നീ വളച്ചു കെട്ടാതെ കാര്യം പറ. ബാലു, തൽക്കാലം നിന്റെ വകയിലെ ചേച്ചിയും കുടുംബം ഇവിടെ തന്നെ താമസിക്കട്ടെ. നിനക്കെന്താ വട്ട് പിടിച്ചോ? വട്ടല്ല, തുട്ടുപിടിക്കണ കാര്യം പറയണേ. നീ രാവിലെ എന്റെ ക്ഷമ നശിപ്പിക്കരുത്. കാര്യം പറയടാ. പറയാം. ഈ വസന്തമാളികയുടെ മുകളിലത്തെ പോർഷൻ നമുക്ക് വാടക കൊടുത്താലോ? നമുക്കോ? അല്ല, നിനക്ക്. പറ. അഡ്വാൻസ് 20,000, മാസം 5,000 വാടക. ആർക്കാ? ഹോളി മാത ലേഡീസ് ഹോസ്റ്റലിൽ എനിക്ക് വേണ്ടപ്പെട്ട 5 പെൺകുട്ടികളുണ്ട്. അവർക്കാ. പെൺകുട്ടികളോ? ആ, വെറും പെൺകുട്ടികളല്ല. അടക്കത്തിന് അടക്കം, ഒതുക്കത്തിന് ഒതുക്കം, പെരുമാറ്റമാണെങ്കിൽ എക്സ്ട്രാ ഡീസന്റ്. ഹോസ്റ്റലിൽ വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട ഹോസ്റ്റല്. ഇതിനിടക്ക് തലയുർത്തി ഇങ്ങനെ നോക്കണമല്ല. അപ്പൊ എവിടെയെങ്കിലും ഇടിച്ചു കാണുമല്ലോ. പിന്നെ കഴിഞ്ഞ ടൂറിസ്റ്റ് വാരാഘോഷം കാണാൻ പോയപ്പോ എല്ലാവരും കൂട്ടിയിടിച്ച് ഹോസ്പിറ്റലായതാ. അത്രക്ക് ഡീസന്റാ. നാണമെന്തെന്നോ വിനയമെന്തെന്നോ നേരിട്ട് കാണണമെങ്കിൽ അവരെ ഒരു നോക്കി കണ്ടാൽ മതി. അത്രക്ക് തങ്കപ്പെട്ടവരാണവർ. സ്വന്തം അമ്മയെ പോലെയാ ആ പിള്ളേർ ഹോസ്റ്റൽ മേറ്ററിനെ സ്നേഹിച്ചിരുന്നത്. താടകയുടെ പീഡനം സഹിച്ച് ഇപ്പോഴവർ ആത്മഹത്യയുടെ വക്കിലാണ്. അവരുടെ ഭാഗ്യത്തിനോ നിന്റെ ഭാഗ്യത്തിനോ ഇന്നലെ അവരെന്നെ കണ്ടു.
ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പാവം ആ പിള്ളേർക്ക് സ്വർഗം കിട്ടിയ പോലെ. നീ എന്തു പറയുന്നു? ആലോചിക്കാം. പക്ഷെ ഇതിനും ചേച്ചിയും കുടുംബവും ഇവിടെ താമസിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? പറയാം. ഒരു അവിവാഹിതനായ നീയുടെ പുരക്കുള്ളിൽ കഴിയുമ്പോൾ അവർക്ക് പുരക്കുള്ളിൽ കഴിയാൻ ടെൻഷൻ. അല്ല, അത് ന്യായം. പിന്നെ അവരാരും വെച്ചു വിളമ്പി തിന്ന് ശീലിച്ചവരല്ല. അങ്ങനെ വരുമ്പോ അവരുടെ ഫുഡ് ഒരു പ്രശ്നമാവും. നിന്റെ ഈ ചേച്ചിയും കുടുംബവും നിന്നോടെ കൂടെ കഴിഞ്ഞ ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. താഴെ ഒരു ഫാമിലിയും ആവും. ചേച്ചി മനസ്സ് വെച്ച ആ പിള്ളേർക്ക് ഫുഡിനൊരു വഴിയും കണ്ടെത്താം. ഒന്നിച്ചൊരു മെസ്സാകുമ്പോൾ നിന്റെ ചാപ്പാട് കോസ് ഞങ്ങൾ പോയിക്കോളും. മൂലധന സ്വാഹ, മിച്ചധനം കിട്ടും. നിന്റെ ഐഡിയ കൊള്ളാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം അറിയണം എനിക്ക്. എന്താ? ഈ വാടക ഇടപാടിന്റെ പേരിൽ ആ പിള്ളേരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ ഇനത്തിൽ എത്ര രൂപ അടിച്ചു മാറ്റി? എനിക്കിത് കിട്ടണോടാ, കിട്ടണം. കുടലെടുത്ത് കാണിച്ചാലും വാഴനാല്. അയ്യോ, അല്ല അളിയനിത് എവിടേക്കാ? കാലന്റെ വായിലേക്ക്. അരുത്, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോകരുത്. അങ്ങനെ ആരെ ആക്കിയിട്ടൊന്നുമല്ല ഞാൻ പോകുന്നു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അത് പെരുവഴിയാണെങ്കിൽ കൂടി ഞാനും എന്റെ പെമ്പർനാത്തി സഹിച്ചടേ. അളിയ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്കിൽ ക്ഷമിച്ചുകള. മറക്കാനും പൊറുക്കാനും ഒക്കെ നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? ആ ബോധം നിനക്ക് തീരെ ഇല്ലല്ലോ ബ്രദറല്ല. ഉണ്ടായിരുന്നെ ഞങ്ങളോട് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറയുമായിരുന്നോ? യൂസ്ലെസ്. അളിയൻ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു. നിങ്ങൾ ആരും ഇപ്പൊ എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട ബാലു, ഞങ്ങള് പൊക്കോളാം. നിന്റെ കണക്കൂട്ടലുകളൊന്നും ഞങ്ങള് കാരണം തെറ്റണ്ട. അതാ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ഇപ്പൊ പോയ എന്റെ ലേറ്റസ്റ്റ് കണക്കൂട്ടലുകളെല്ലാം അവതാളത്തിലാവും. ആവട്ടെ, ആവണം. ബോധൻ സാർ, എല്ലാം ഞാൻ പറയാം. ഒന്നിങ്ങ് വന്നെങ്കിൽ പിടിച്ചെങ്കിൽ. ഒക്കെ ക്ലിയർ. ബോധൻ സാർ എല്ലാം സമ്മതിച്ചു. ഓ, ആശ്വാസമായി. ആശ്വസിക്കാൻ വരട്ടെ. പറയൂ കോളമാ. കോമളൻ. കോമളൻ. എന്താ? നോ പ്രോബ്ലം. ബോധൻ സാറിന് അല്ലറച്ചിലുള്ള ഡിമാൻഡുകളൊക്കെ ഉണ്ട്. ഡിമാൻഡോ? എന്ത് ഡിമാൻഡ്? വട്ടച്ചെലവുകൾക്കായി ബോധൻ സാറിന് ഡെയിലി 50 രൂപ ബാറ്റ വിത്ത് പൈന്റ് റം. പിന്നെ മകന് കഴിക്കാനായിട്ട് 8 നേന്ത്രപ്പഴം, 9 മുട്ട. പിന്നെ ചേച്ചിക്ക് ആഴ്ചയിൽ ഒരിക്കൽ സിനിമ. അതേ ഉള്ളൂ. ഇതൊക്കെ നീ സമ്മതിച്ചോ? കോഴി രാസ്ഥാനാക്കി. മറ്റു മാർഗമൊന്നും കണ്ടില്ല. ഇതിലെന്തെങ്കിലും കുറയുവോ? ഇതിൽ കുറയില്ല. പോകെ പോകെ കൂടാനേ സാധ്യതയുള്ളൂ. എന്ത് തീരുമാനിച്ചു? ഞാൻ ഉടനെ പോണം. ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ? സമ്മതിച്ചു. ഞാനും സമ്മതിച്ചിരിക്കുന്നു. അടുക്കളയിലോട്ട് പോടി. ബ്രദറിലാന്ന് വിഷമിക്കുന്നുണ്ടല്ലേ? ഡോൺ വറി ബാലു. ആപത്ഘട്ടങ്ങളിൽ സഹായിയായി ഞാനുണ്ടാവും ബ്രദറില. നല്ല ബ്രദറില്ല. താൻ ധൈര്യമായിട്ടിരിക്കണോ. ഒരു കൊല്ലത്തെ സമയം കൂടി വാങ്ങിച്ചു തരുന്നാലും ഞാൻ ഏറ്റു. മുതലും പലിശയും കൂടി ചേർത്ത് ചില്ലറ എമൗണ്ട് അല്ല, അത് മറക്കണ്ട. വക്കീൽ സാറേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ആ തുക ഉണ്ടാക്കും. ബാങ്ക് മാനേജർ എനിക്കൊരു പേഴ്സണൽ ലോൺ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാലു, തെറ്റിദ്ധരിക്കരുത്. ഇത്രയും കാശ് കൊടുത്ത് ആ വീട് തന്നെ വേണം. വേണം. അത് വെറും വീടല്ല സാർ, എന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന അമ്പലം. എത്ര കോടി ചെലവാക്കിയാലും ഞാനത് തിരിച്ചെടുക്കും. ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഈശ്വരൻ തന്നെ സഹായിക്കും. മൈ ഡിയർ യങ് ഗേൾസ്, നിങ്ങൾ ഇങ്ങനെ തരള സരള ലോല ഹൃദയരായാൽ എങ്ങനെ? കുറച്ചൊക്കെ ആംബിയർ വേണ്ടേ? നിങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കി വിട്ട ഹിഡുമ്പി മേറ്റനെ കുടുംബത്തോടെ നമുക്ക് അകത്താക്കാം. അതിനുള്ള വകുപ്പുകൾ പലവിധം ഉലകിൽ സുലഭം. ഫോർ എക്സാമ്പിൾ താട, വാട, ഫോട്ടോ, യസ്മ, കിസ്മ, ചുസ്മ, ആസ്മ, അങ്ങനെ പലതും. അതാ ബാലു വന്നല്ലോ. വരൂ. ഇതാണ് എന്റെ ബ്രദറില്ല ബാലു. ഇന്ന് മുതൽ നിങ്ങളുടെ ഓണർ. ഞങ്ങളുടെ ഓണർ അല്ല, ഹൗസ് ഓണർ. അങ്ങനെ രൂക്ഷമായിട്ട് നോക്കണ്ട. കൂടും കുടുക്കിയെടുത്ത് ഞങ്ങളങ്ങ് പോകും. ഓർമ്മയുണ്ടല്ലോ ബ്രദറില്ല ഫാമിലി. എന്താ പേര്? മിസ് അന്ന കുര്യൻ, MSc PGDCA. പണി ടെക്നോ പാർക്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്. വയസ്സ് 23. കുട്ടിയുടെ രശ്മി വാര്യർ, ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ റിസപ്ഷനിസ്റ്റ്. മമ്മിയും ഡാഡിയും അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ്. വയസ്സ് 20. അതെ, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരുമോ? എക്സ്ക്യൂസ് മീ, 1 minute. പാൽപ്പായസത്ത് പഞ്ചസാരക്ക് വരും പരാമർ കലക്കില്ലോടി ഭാര്യ. നീ എന്താണ് അതിന്റെ ഒരു കിന്നാരം? പെട്ടെന്ന് എനിക്കിപ്പോ ഒന്ന് കിന്നരിക്കാൻ തോന്നി. എന്തേ? അയ്യടാ, എനിക്ക് വയസ്സിപ്പോ എത്രയായി ഒന്ന് പറഞ്ഞേ. അല്ല, നിനക്കധികം വയസ്സൊന്നും ആയിട്ടില്ല. അറിയില്ല അല്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് അറിയില്ലെന്ന്. എന്നാൽ ഇപ്പൊ വന്ന് കയറിയ പെമ്പിള്ളേരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും വയസ്സും ഒക്കെ അരച്ചു കലക്കി കുടിച്ചല്ലോ. നാണമില്ലാത്ത മനുഷ്യൻ. അത് വലിയ ആ ഗേൾസ് നമ്മുടെ വാടകക്കാരായിട്ട് വന്ന പീസുകളല്ലേ? അല്ല,
പിള്ളേരല്ലേ, അവരോട് വെറുതെ ക്ഷമാന്വേഷണമൊക്കെ ദേ, ചോദിച്ച്. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. പറഞ്ഞേക്കാം. ഓ, എന്തൊരു ശക്തി! സ്ത്രീ ശക്തിയാണെന്ന് പറഞ്ഞ വളരെ ശരിയാണ്. അവൾ അമ്മയാണ്, ദേവിയാണ്. എഗ്രിമെന്റ് നാളെ തന്നെ തന്നേക്കാം. അങ്ങനെ ധൃതിയൊന്നും വേണ്ട ബാലിച്ചേട്ടാ. ഇന്നു മുതൽ 1.5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. വാടക 5000 രൂപ എല്ലാ മാസവും കൃത്യം 1-ാം തീയതി ചെക്കായിട്ട് വേണ്ട, ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണം. 500 രൂപ ഇലക്ട്രിസിറ്റി, 150 രൂപ വാട്ടർ, പിന്നെ ഫുഡിന്റെ കാശ് സെപ്പറേറ്റ്. അത് വലിയ ചേച്ചിയുടെ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പൊ ഈ പെട്ടികളൊക്കെ എടുത്ത് മുകളിലോട്ട് പോയിക്കോ. അവിടെയാണ് നിങ്ങളുടെ സ്ഥലം. ഓക്കെ? വെരി സ്വീറ്റ് ബോയ്. നിക്കേ, എന്ത് കണ്ടിട്ട് ബാലു കുട്ടികളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചേ? മാസാമാസം കിട്ടാൻ പോകുന്ന വാടക കണ്ടിട്ട്. അല്ല എന്താ? കാശ് കാശ്, വേറെ ഒരു ചിന്തയില്ലേ? തൽക്കാലം ഇല്ല. എന്നെ കുറിച്ചും ആ കുട്ടികളെ കുറിച്ച് ബാലുവിന് ഒന്നും അറിയില്ല. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. സ്റ്റെല്ലയോട് ചോദിച്ചു നോക്ക്, അവരുടെ വീരഗാഥകൾ മുഴുവൻ പറഞ്ഞുതരും. അതിനവരുടെ ജീവചരിത്രം എഴുതാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. പെണ്ണേ, വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ച് തലയിലെ കളിമണ്ണ് കുഴച്ച് ചെളിയാക്കണ്ട. ശരിയാ, ഇങ്ങോട്ട് സ്നേഹമില്ലാത്ത ഒരാളെ സ്നേഹിച്ചു പോയില്ലേ? ഞാനൊരു മണ്ടിയാ. ഏയ്, നീ മണ്ടിയല്ല, തിരുമണ്ടി. ഒന്നേ ഉള്ളൂ. ബാക്കി വന്ന 2 തരാം. ആഹാരം തൊണ്ടേന്ന് കീഴോട്ട് ഇറങ്ങുന്നില്ല. അതെന്താ? നീ ആ പെൺകൊച്ചുങ്ങളെ ആഹാരം കഴിക്കാൻ വിളിച്ചോ? അതുങ്ങൾ നമ്മളെ പോലെ പട്ടിണിയുടെ ശീലമുള്ളവരല്ല. അവനവന്റെ കാര്യം നോക്കും മനുഷ്യ. അവർക്ക് വിശക്കുമ്പോ അവര് വന്ന് കഴിച്ചോളൂ. നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടികള്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവര് വന്നു കയറിയപ്പോ നീ കണ്ടതല്ലേ? നിന്നെ പോലാണ്. എന്തൊരു കുലീനത! അവരുടെ കെട്ടും മട്ടും വേഷവും ഭാവവും കണ്ടാൽ തന്നെ അറിയില്ലേ ഓർത്തഡോക്സ് ഫാമിലിയാണെന്ന്. ഹായ് ബാൽച്ചേട്ടാ. ഹായ് ബോധേട്ടാ. ഹായ് ബോധേട്ടാ. ഹായ് ചേച്ചി. ഫുഡ് എടുത്തോളൂ, ഞങ്ങൾ റെഡി. ഹായ്, എന്താ കഴിക്കുന്നില്ലേ? ചിന്തിക്കാതെ ചപ്പാത്തി കഴിക്ക്. ഭക്ഷണം ഞാൻ മുകളിലേക്ക് കൊണ്ടുവരായിരുന്നല്ലോ. ഓ, അത് സാരമില്ല ചേച്ചി. ഇവിടെ വന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശരിയാ, വയസ്സുകാലത്ത് ഇവിടെ എന്തിനാ പടിയേറ്റുന്നേ? വയസ്സായത് നിങ്ങളുടെ അമ്മായി അച്ഛൻ. നിന്റെ മോനം തേടി. അവൻ സന്ധ്യയ്ക്ക് ഉറങ്ങി. നന്നായി, അല്ലെങ്കിൽ ഇവിടെ തികയില്ലായിരുന്നു. ബാൽച്ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തെ? ഓ, അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ഇതാണുങ്ങളുള്ള വീടാ. വേഷത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാ കൊള്ളാം. അയ്യേ, ഈ ചേച്ചി എന്തായി പറയുന്നേ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഇതാ ഇപ്പത്തെ ലേറ്റസ്റ്റ് ഫാഷൻ. നീ ഫാഷൻ ചാനൽ കണ്ടിട്ടില്ലോടി? അത് വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ ഭേദം. ഒന്നുമില്ലേലും മൂടേണ്ടതൊക്കെ മൂടിയിട്ടുണ്ടല്ലോ. വലിച്ചേച്ചി, പള്ളിയും പുള്ളിയൊന്നുമില്ല. ആനന്ദവല്ലി ചേച്ചിന്ന് വിളിച്ചാ മതി. ഓ, ഇറ്റ്സ് ടു ലോങ്. ആന ചേച്ചിന്ന് വിളിച്ചാലും മതി. ചേച്ചി, ഇന്ന് ഒരേ മെനു വേണ്ട കേട്ടോ. ഇന്ന് സാമ്പാറും തോന്നുവാണെങ്കിൽ നാളെ കംപ്ലീറ്റ് നോൺ വെജ്, ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഓക്കെ? ബെസ്റ്റ് പാർട്ടി. നേരെ ചൊവ്വേ ചമ്മന്തി അരയ്ക്കാൻ പോലും അറിയില്ല. പിന്നെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും എന്തുണ്ടാക്കിയാലും അവിയൽ പോലിരിക്കും. വെറുതെ എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട, പറഞ്ഞേക്കാം. അതെ, ഇത് ഹോസ്റ്റലും ഹോട്ടലും ഒന്നുമല്ല. നല്ല 1-ാം തരം ഹോംലി ഫുഡ് കിട്ടും. അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോണം. വെറുതെ ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കരുതേ. ടെൻഷൻ അടിക്കണ്ട. ഞങ്ങൾ കാരണം ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. Come on, ബോധേട്ടാ, be smart. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഫസ്റ്റ് നൈറ്റ്? I mean first supper. ആദ്യത്തെ അത്താഴം. നീ ഇത്രക്ക് വയലന്റ് ആവാൻ ഇപ്പൊ ഇവിടെ എന്തുണ്ടായേ? ഉണ്ടായത് ഇവിടല്ല, എന്റെ മണ്ടയ്ക്ക് മുകളില. ഇതിനേക്കാൾ ഭേദം വല്ല തീവ്രവാദികളെയും കുടിയിരുത്താൻ മേലായിരുന്നു നിനക്ക്. അതിനാ കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യുന്ന? നിന്നെ പേടിപ്പിച്ചോ അതോ പീഡിപ്പിച്ചോ? കൊച്ചുകുട്ടികൾ എത്രയും വേഗം അവറ്റകളെ കൊണ്ടുപോയിക്കോണം. ഇല്ലെങ്കിൽ പീഡിപ്പിക്കുന്നത് ഞാനായിരിക്കും നിന്നെ. നടപ്പുള്ള കാര്യം വല്ലോണി പറ. ഏതാ ഇത് നല്ല കൂത്ത്. ഈ ഷക്കീല യുഗത്തിൽ ബെർമുട വരയ്ക്കുന്നത് തെറ്റാ? ഇപ്പോഴത്തെ പിള്ളേര് ഫോൺസ് ഇതാണെന്നറിയാമോ? എന്താ? മിനിമം ധരിക്കുക, മാക്സിമം കാണിക്കുക.
നീ കൂടുതൽ ന്യായമൊന്നും വിടണ്ട. കുറച്ച് ന്യായം വിടാൻ തന്നെ പോണത്. നീ 1.5 വർഷം താമസിക്കാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് ഉണ്ട് അവരുടെ കയ്യിൽ. അതുള്ളിടത്തോളം കാലം നീ വിചാരിച്ചാൽ കുച്ചു നഹിക്കർ സക്ത. ആദ്യം 5 പ്രേതങ്ങളുള്ള വീട്ടിൽ നീ എന്നെ കൊണ്ടാക്കി. ഇപ്പൊ ജീവനുള്ള 5 പ്രേതങ്ങളെ ആ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇത്രയൊക്കെ തരികിട കാണിച്ചിട്ട് നിന്ന് വേദാന്തം ഒന്നോടാ പുല്ലേ. നിനക്കെന്നെ തല്ലണോ? തല്ലിക്കോ, പക്ഷെ അതിനു മുമ്പ് നീ പുറകിലോട്ടും തിരിഞ്ഞു നോക്ക്. എത്ര തിരിഞ്ഞു നോക്കിയാലും നീ എന്നെ വഞ്ചിച്ച കഥകൾ മാത്രമേ പറയാനുണ്ടാവൂ. ഫ്ലാഷ് ബാക്ക് അല്ല, നീ നേരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്ക്. ലവന്മാരെ കണ്ട. ചേട്ടന്മാര് ഹെൽമെറ്റും പുള്ളോവറും തപ്പി നടക്കുക. അതെ, നിന്നെ ദിങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി. ബാക്കി ആരും അവരേറ്റുകളും വിളിക്കട്ടെ. നീ ആരെ തല്ലുന്ന കാര്യം? ഞാനോ? നിന്നെയോ? എപ്പോ? പോടാ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആരോ എന്നെ തല്ലുന്ന കാര്യം പറഞ്ഞു. നീ അല്ലെങ്കിൽ പിന്നാരി ആരോ പറഞ്ഞു. അതറപ്പാ എന്താ ഇത്? ഡ്യൂട്ടി ഫ്രീ ഷാപ്പോ? എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. ഡെക്ക്, TV, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ. നിങ്ങളെല്ലാം കൂടി അവന്റെ കട്ടയം ബോർഡും മടക്കി പെട്ടിക്കകത്താക്കി അടങ്ങുള്ളോ? ഇതിനെല്ലാം കൂടി ഒരു പഞ്ചവത്സര പദ്ധതിയുടെ കറണ്ട് വേണ്ടി വരുമല്ലോ. അതിനെന്താ 500 രൂപ അഡീഷണൽ കൊടുക്കുന്നുണ്ടല്ലോ ഞങ്ങള്. ഉണ്ട്, അതൊരു മാസത്തേക്കല്ലേ. ഇതാണ് സെറ്റപ്പ് എങ്കിൽ മേൽപ്പടി തുക ഒരു ദിവസത്തേക്കില്ല. മണി മാറ്റേഴ്സിൽ എന്റെ ബ്രദറിൽ ആഗോള കഞ്ഞിയാണ്, ആര് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷെ ബോധേട്ടൻ പറഞ്ഞാ കേക്കും. ബോധേട്ടനോട് ബാലുചേട്ടന് ഭയങ്കര റെസ്പെക്ട് ആണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഒരു കണക്കിന് ബാലുചേട്ടന്റെ റിമോട്ട് കൺട്രോൾ അല്ലേ ബോധേട്ടൻ? ശരിയാ, ബോധേട്ടനെ ധിക്കരിക്കാൻ ബാലുചേട്ടന് ഒരിക്കലും കഴിയില്ല. ഓ, മുടിഞ്ഞ ഗ്ലാമർ തന്നെ. ബോധേട്ടൻ ഇവിടെ ഒന്നും കഴിയേണ്ട ആളല്ല. കറക്റ്റ്. അതവനും പറഞ്ഞതാ, എനിക്ക് ചേർന്നത് പെരുവഴിയാണെന്ന്. എന്നോ ഇങ്ങനെ ഈ ബാലുചേട്ടന്റെ ഗാർഡിയനായി കഴിഞ്ഞാ മതിയോ? ബോധേട്ടന്റെ ഒരു പേഴ്സണാലിറ്റി ഫിസിക്കും വെച്ച് നോക്കുമ്പോ അയ്യോ, ഇത് ക്രിക്കറ്റിന്റെ കാര്യമല്ല ബോധേട്ടാ, ഫിസിക്കിന്റെ കാര്യമാ. അതായത് ശരീര സൗന്ദര്യം. ഒരു ഋത്തിക് റോഷന്റെ സ്റ്റൈലല്ലേ ബോധേട്ടനുള്ളത്? റേഷൻ വായിക്കാൻ ഗതിയില്ലാത്തവന്റെ അടുത്താ റോഷന്റെ കാര്യം പറയുന്നത്. ബോധേട്ടനെ ഞാൻ ഇവിടുന്ന് കെട്ടിയെട്ടിക്കും. അമേരിക്കയിലേക്ക്. എന്റെ ഡാഡി വിചാരിച്ച ഒരു വിസ തരപ്പെടുത്തി തരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരാണോ പറയുന്നത്? റിയലി. നമുക്ക് ഒരുമിച്ച് പറക്കാം. അങ്ങോട്ട് സഹായിക്കുമ്പോ ബോധേട്ടൻ ഞങ്ങളെ സഹായിക്കണ്ടേ? പറഞ്ഞോളൂ, എന്ത് സഹായമാണ് വേണ്ടത്? തൽക്കാലം മെയിൻ ഓൺ ചെയ്ത് സഹായിച്ചാ മതി ബോധേട്ടാ. ഒന്ന് പാട്ട് കേട്ടെ പ്ലീസ്. കുട്ടിക്ക് വേണ്ടി മെയിൻ അല്ല, ട്രാൻസ്ഫോമർ ഓൺ ചെയ്യാം. താങ്ക് യു ബോധേട്ടാ. അപ്പോഴേ ഈ യുവജനോത്സവത്തിനിടയ്ക്ക് എന്റെ അമേരിക്കൻ യാത്ര മുങ്ങി പോരുത്. ഒരിക്കലല്ല ബോധേട്ടാ. കുട്ടിക്ക് വേണ്ടി തൽക്കാലം ഞാൻ ഇടുക്കിന്ന് ഒരു ലൈൻ വലിച്ചു തരാം. അവിടെ വെള്ളം കാണുമോ എന്തോ. ബാൽച്ചേട്ടാ, ഇന്ന് എനിക്ക് നേരത്തെ പോണം. ഇവിടെ നോട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസാ. എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഇതിന്റെ ബാക്ക് സീറ്റ് ശരിയല്ല, സ്പ്രിംഗ് പൊട്ടിയിരിക്കുക. അത് സാരമില്ല, ഞാൻ ബാൽച്ചേട്ടനെ മുറുക്കി പിടിച്ചിരുന്നോളാം. പ്ലീസ് ബാൽച്ചേട്ടാ, പ്ലീസ്. വിട്ടോ. ബാലുമാമ അന്ന ചേച്ചി കൊണ്ട് പോണോ അച്ഛാ? എന്റെ മുച്ചിലോട്ട് ഭഗവതി, ഇതുപോലൊരു പാട്ട വണ്ടി എനിക്കുണ്ടായിരുന്നെങ്കിൽ ദിവസവും 5-6 ട്രിപ്പ് അടിക്കായിരുന്നു. ഞാനും വരാം ഐസ്ക്രീം കഴിക്കാൻ. വണ്ടി വേണ്ട. താങ്ക് യു ബാൽച്ചേട്ടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട, പോട്ടെ. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഇനിയും
നീ ഇങ്ങനെ പ്ലാറ്റോണിക് ലവ് എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ മത്സരിച്ച ശൃംഗാരവും കിന്നാരവും. ഓ അതിലിപ്പോ എന്താ, ആ കുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു, അത്രേ ഉള്ളൂ. പക്ഷെ നന്ദിനി, ഇന്നത്തെ ഈ ലിഫ്റ്റ് ലൈഫാകാൻ അത്ര നേരമൊന്നും വേണ്ട. സൂക്ഷിച്ചോ. ആ കോമളൻ ആളൊരു വിവരദോഷിയാണെങ്കിലും ഈ പറഞ്ഞത് ദോഷമില്ലാത്ത വിവരമാണ്. പിന്നെ ബാലു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് നിശ്ചയിക്കേണ്ടത് ബ്രദറിലെ ഞാൻ തന്നെയാണ്. അതുകൊണ്ടല്ലേ ബോധേട്ടാ ഞാൻ ഇപ്പൊ ഏട്ടനെ കാണാൻ വന്നേ. ബോധേട്ടൻ എന്നെ സഹായിച്ചേ തീരൂ. സഹായിക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല, ഞാൻ അവന്റെ ബ്രദറില തന്നെയാണ്. പക്ഷെ കല്യാണ കാര്യം പറഞ്ഞ അവന്റെ മുന്നിൽ ചെന്നാൽ ബ്രദർ അല്ല എന്ന് പറയുമോ എന്റെ പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്ലീസ് ബോധേട്ടാ, എനിക്ക് മറ്റാരും ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ഏട്ടനെ ബുദ്ധിമുട്ടിക്കുന്നേ. ശരി, ഞാൻ ശ്രമിക്കാം. പക്ഷെ സഹോദരി എനിക്കൊരു ഉറപ്പ് തരണം. എന്തുറപ്പ്? എന്നെ എന്റെ പൂർ ഫാമിലി ഇവിടെ ഇറക്കി വിടില്ല. ഞാൻ അത്ര കാര്യമൊന്നുമല്ല ബോധേട്ടാ. പക്ഷെ അവൻ അത്രക്കാരനാ. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പുറത്താ ഇപ്പൊ ഞങ്ങൾ ഇവിടെ കഴിയുന്നേ. ഇല്ല ബോധേട്ടാ, ഏട്ടനും ഫാമിലിയും ഒരിക്കലും ഇവിടെ ഇറങ്ങേണ്ടി വരില്ല, തീർച്ച. പിന്നെ ചില ധനാഭ്യർത്ഥനകൾ എന്നിൽ നിന്നുണ്ടായെന്ന് വരും. അത്തരം പിള്ളേകൾ വോട്ടിനിടാതെ പാസ്സാക്കി തരണം. ഓക്കെ? എങ്കിൽ നവവധുവാകാൻ തയ്യാറായിക്കൊള്ളൂ. വേണ്ട, നടക്കാത്ത കാര്യം പറയണ്ട. ഇങ്ങനെ കടുംപിടുത്തം പിടിക്കരുത് പ്ലീസ്. അല്പം ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യൂ ബ്രദറില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചത് ബ്രദറില്ല. ഇവിടെ ആരും വെള്ളവും വായൊന്നും വെച്ചിട്ടില്ല. ദേ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ആജീവനാന്തം കഴുതയെ പോലെ തേരാ പാര കരഞ്ഞോണ്ട് നടക്കേണ്ടി വരും. അതായത് എന്നെ പോലെ. ഇതുപോലെ കോവർ കഴുതയാവുന്നതിനും ഭേദം സാധാരണ കഴുതയാവുന്ന. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഭാര്യ എന്ന ഭാരം ചോക്കാൻ തൽക്കാലം എനിക്ക് സാധ്യമല്ല. എല്ലാ പെൺപിള്ളേരും ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ പറഞ്ഞ പെൺകുട്ടിക്ക് അത്ര ഭാരമൊന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. കുട്ടിയെ നേറി. ഓഹോ, അതേത് കുട്ടിയാ? നന്ദി. അവളോ? അതെ, നന്ദിനി ഇന്നെ കാണാൻ മതി. ഞങ്ങൾ ഈ വിഷയം കൂലങ്കഷമായി ചർച്ച ചെയ്തു. എന്തിന്? ഒക്കെ ഞാൻ അവളോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെന്താ എത്ര വെപ്രാളം? അല്ല, അതിപ്പോ അപ്സ്റ്റേറിൽ 5 കന്നാസ് പെട്രോളും താഴെ നിന്നെപ്പോലൊരു തീപ്പെട്ടി ഇരുന്നാൽ മുച്ചിലോട്ട് അമ്മച്ചിയാണ്. ആരായാലും വെപ്രാളപ്പെട്ടു. ഈ തീപ്പെട്ടി എന്നൊരു ലേശം ഫാസ്ഫറസ് ആ കന്നാസിൽ ഏതെങ്കിലും വീണാൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ അത്ര ചീപ്പല്ല. ഇപ്പൊ ആവണമെന്നില്ല, ആയിക്കൂടുന്നില്ലല്ലോ. മനുഷ്യാവതാരമല്ലേ? എന്തായാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. പിന്നെ എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? അതോ മൂക്കി പഞ്ഞി വെക്കുമ്പോഴോ? അതെപ്പോഴെങ്കിലും ആയിക്കോട്ടെ. ഇനി ഈ വിഷയത്തെ കുറിച്ച് ഒരു സംസാരമില്ല. ഒരു കാര്യം ചെയ്യാം, വേൾഡ് ട്രേഡ് സെന്റർ നിന്ന സ്ഥലത്ത് സ്റ്റീൽ ജാക്കറ്റ് കുത്തി കയറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഉഗാണ്ടൻ പ്രസിഡന്റിന്റെ ഉക്രൈനിൽ സന്ദർശനത്തിനെ മതി. നല്ലത് നായിക്കറിയോ? ബാലു, ചെലവ് കൂടുന്നു പേടിച്ചിട്ടല്ലേ നീ ഇപ്പൊ വിവാഹം വേണ്ടെന്ന് പറയണേ? അതെ, ചെലവ് കൂടും. എന്താ സംശയം? എന്നാലേ ഈ വിവാഹത്തോടെ നിന്റെ ചെലവ് കുറയും, വരുമാനം കൂടും. സംശയം വേണ്ട. തീരെ വേണ്ട. അതെങ്ങനെ? എനിക്കിപ്പോ ശമ്പളം എത്രയാണെന്ന് അറിയോ നിനക്ക്? ഈ വിവാഹത്തോടെ അവൾ മാത്രമല്ല, അവളുടെ ശമ്പളവും നിനക്ക് സ്വന്തം. 1-ാം തീയതി തോറും ശമ്പള പൊതി പടലയോടെ നിന്റെ കൈവെള്ളയെ വെച്ച് തരും. എങ്കിലോ ഇത്രയും ശമ്പളം വാങ്ങുന്ന ഒരു പെൺകുട്ടിയെ കെട്ടാൻ വേറെ ആമ്പിളരില്ലാഞ്ഞിട്ടല്ല, പിന്നെന്താ? നിനക്ക് കാശിനോടുള്ള പോലെ ഒരു ആക്രാന്തം അവൾക്ക് നിന്നോട് തോന്നിപ്പോയി. അത് അവളുടെ ഫേറ്റ് ബ്രദറല്ല. അത് നിന്റെ നല്ലതിനാന്ന് കൂട്ടിക്കോ. ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. കൂടുതൽ കൂട്ടി തള്ളണ്ട. നീ എന്താ പറയുന്നു? അല്ല, ഈ ശമ്പള കാര്യം നന്ദിനി അങ്ങനെ. ഓക്കെ, അവൾക്ക് പരിപൂർണ സമ്മതമാണ്. നിന്റെ കാര്യമാണ് അറിയേണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഉടനെ നവവരനാകാൻ തയ്യാറായിക്കൊള്ളൂ. വരൂ. മൈ ഡിയർ ബ്രദറില്ല, ഈ വിവാഹം എന്നൊക്കെ പറയുന്നൊരു യോഗമാണ്. എല്ലാം ഈശ്വര നിശ്ചയം. കേട്ടിട്ടില്ലേ? മനൈവി അമൈവതെല്ലാം ഇരൈവൻ കൊടുത്ത വരം. പക്ഷെ ഈ വിവാഹത്തിന് ലേശം ഗ്ലാമർ കുറഞ്ഞു പോയോ എന്നൊരു സംശയം. എന്താ? അല്ല, ഒരു നാരങ്ങ വെള്ളമെങ്കിലും അറേഞ്ച് ചെയ്ത് ഇതൊരു ഭീകര സംഭവം ആക്കാമായിരുന്നു. ഈ കാറ് പിടിച്ചെന്റെ കാശ് കൊടുക്കാൻ തന്നെ ഞാൻ വെള്ളം കുടിക്കാൻ പോവുക. എന്നാ അതിലൊരു നാരങ്ങ പിഴിഞ്ഞ് ലേശം ഉപ്പും ചേർത്ത് നാരങ്ങ വെള്ളമൊക്കെ അല്ലേ ബ്രദറില്ല? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വക്കീലേ, കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗംഭീര ഊണും പ്രതീക്ഷിച്ച് വന്നാ വക്കീല്. ചുക്കിച്ചുളിഞ്ഞു പോവാ. കേറ് കപ്പിൾസേ. വേഗം വരൂ. വെയിറ്റ് ചെയ്യട്ടോ. വിളക്കം വെച്ചോളൂ. വലതുകാലി വെച്ച് കേറിക്കോളൂ. റെസ്പെക്റ്റോടെ. അയ്യോ ദൈവമേ.
ബോധേട്ടം വെട്ടിപ്പ് നടത്തിയിരിക്കുന്നല്ലോ. എന്താ ഈ നേരത്തെ ഒരു കണക്ക് കൂട്ടല്? ഇന്നത്തെ കല്യാണ ചെലവിന്റെ കണക്ക് നോക്കിയതാ, ടാലി ആവുന്നില്ല. 11 രൂപയുടെ ഒരു കുറവുണ്ട്. ആ 11 രൂപ ഞാൻ തന്നേക്കാം. ബാലുവിന് ഒരു സന്തോഷമുള്ള കാര്യം ഞാൻ പറയട്ടെ. ദാ എന്താ ഇത്? കട്ടൻ ചായ. സ്റ്റൈലിന് വേണം ബ്ലാക്ക് ടീ എന്നും പറയാം. ചെലവ് ചുരുക്കല് ഇന്ന് തന്നെ തുടങ്ങാന്ന് കരുതി. ഒരു കവർ പാലിന്റെ വില ലാഭായില്ലേ? വെരി ഗുഡ്. നന്ദിനി, ഇന്നത്തോടെ നീ ഒരു ഭാര്യയായി. അതെ, അതിനെന്താ? അതിനൊന്നുമില്ല. പക്ഷേ ഉടനെ ഒരു പ്രമോഷൻ പ്രതീക്ഷിക്കരുത്. എന്നുവെച്ചാ ഉടനെ ഒരു അമ്മ ആവണ്ടെന്ന്. മിനിമം 2 years പ്രൊബേഷൻ. അതെന്താ? കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ ഇപ്പൊ എന്റെ പ്ലാനിങ്ങും ബഡ്ജറ്റും ഒക്കെ. ഉടനെ ഒരു കുഞ്ഞിനെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ഒരു നിവൃത്തിയുമില്ല. ഇക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവിനൊരു അന്തവും ഇല്ല, അറിയോ? അതുകൊണ്ട് ഇത് വിളിക്കുള്ളൂ. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഉടനെ ഒന്നും നമുക്കൊരു കുഞ്ഞു വേണ്ട. വാങ്ങിച്ചോളൂ. എന്താ കിട്ടി? എന്താ കിട്ടി? ആ 11 രൂപയുടെ കണക്ക് ബോധേട്ടം വെട്ടിയതല്ല, ആരം കൊണ്ടുവന്ന് പയ്യന് കൊടുത്തായിരുന്നു. നന്ദിനി, ഒരു ചന്ദന ഗന്ധിയിൽ ഇന്നലെ മുത്തിയ മാനത്തെ കാറ്റു, മനചന്ദ്രിക മൂളിയ പൂമഞ്ഞിൻ കാറ്റു. മനസ്സിനുള്ളിൽ മയങ്ങി നിൽക്കും വെളുത്തവാനേ, എന്നെ വിളിച്ചുണർത്താൻ വിരുന്നുകാരായി വരുന്നതാരോ. നിന്റെ മാറിൽ മയങ്ങും മുത്തിൽ മായച്ചുണ്ടാൽ മെല്ലെ മൊത്തം പീലിത്തന്നൽ. തുളുമ്പും നിന്റെ പാട്ടിൽ പതുങ്ങി ചെന്നിൽ മേഘക്കയ്യാൽ താളം കൊട്ടും ഞാനൊരു പുഴയായി പൂവിടുമഴകായി പ്രണയപരാഗം പെയ്യുമ്പോൾ കൂട്ടിലടച്ച കുയിൽക്കിളിയായി നീ കുഞ്ചിക്കുഴയുമ്പോൾ കുന്നിനു മേലെയുദിച്ചുയരുന്നൊരു തിങ്കൾ കലയായി ഞാൻ. മനസ്സിനുള്ളിൽ മയങ്ങി നിൽക്കും വെളുത്തവാവേ, നിന്നെ വിളിച്ചുണർത്താൻ വിരുന്നുകാരായി വരുന്നതാരോ. ദൂരെ പെൺമേഘപ്പാടം പൊന്നിൽ കുളിക്കും രാവിൽ താനേ മിന്നും താരാജാലം വാരിച്ചൂടാം. കിനാവും കണ്ട് നെഞ്ചിൽ നീലാവും തൊട്ട് ഞാലിപ്പൂവൻ വാഴക്കുമ്പായി നിൽക്കുന്നു ഞാൻ. താമരമലരേ താരിളം കുളിരേ ആയിരം
ഇതളായി നീ വിരിയൂ. പിന്നെയും എന്റെ കിനാവിലുണർന്നത് പിച്ചകമൊട്ടുകളോ, കണ്ണിലുറങ്ങിയുണർന്നു പറന്നതു കാണാ പറവകളോ. മനസ്സിനുള്ളിൽ മയങ്ങി നിൽക്കും വെളുത്തവാനേ, എന്നെ വിളിച്ചുണർത്താൻ വിരുന്നുകാരായി വരുന്നതാരോ. കണിമലരോ കളമൊഴിയോ കസവണിയോ കനവുകളോ മഴയുടെ മണിവിരലോ. ഒരു ചന്ദനഗന്ധിയിൽ ഇന്നലെ മുത്തിയ മാനത്തെ കാറ്റോ, വനചന്ദ്രിക മൂളിയ പൂമണ്ണിൻ പാട്ടോ. സോനാ 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 സോജാവോ സോജാവോ സോജാവോ. സോനാ 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 സോജാവോ സോജാവോ സോജാവോ. ഇവിടെ നിർത്തിയാ മതി. ചേട്ടന്റെ കൂടെ സംസാരിച്ചിരുന്ന സമയം പോലെ അറിഞ്ഞില്ല. താങ്ക്സ്. സാറേ പൈസ. സോറി, കാശ് ഞാൻ കേറുമ്പോ തന്നു എന്നാ വിചാരിച്ച. നന്ദിനി 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 നന്ദിനി, നീ ഇത്രയ്ക്ക് ക്രൂരയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനിപ്പോ നിനക്ക് അന്യനായി അല്ലേ? വേണ്ട, നിന്റെ മുടന്ത ന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ ലോകത്ത് നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ശരിയാ, ബന്ധങ്ങളൊക്കെ വെറും ജലരേഖകൾ മാത്രം. കാടിന് കാറ്റ് സ്വന്തമാണോ? കാണിക്ക് കണി സ്വന്തമാണോ? ക്യാമറയ്ക്ക് ഫിലിം സ്വന്തമാണോ? അല്ലല്ലോ. ഹലോ ഹലോ, മതി മതി. താനെന്താ ക്വിസ് പ്രോഗ്രാം നടത്തുകയാണോ? നീ പോടാ. അയ്യേ, എന്നാലും എനിക്ക് വേണ്ടി ഒരു അല്പം കാത്തിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. നന്ദിനി, ആരാ ഇവൻ? ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഏട്ടനുണ്ടെന്ന്. ആ മാധവേട്ടനാ ഇത്. നോ നോ നോ, അത് പണ്ട്. ഇപ്പൊ മുംബൈ മാധവനാണ് ഞാൻ, ദ ഫേമസ് അഡ്വർടൈസ്മെന്റ് ഫിലിം മേക്കർ, നോട്ട് ഓൺലി ഇൻ ബോളിവുഡ് ബട്ട് ഓൾസോ ഇൻ ഹോളിവുഡ്. അപ്പോ കാർ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ? നോ, കാറെന്നല്ല, ഒന്നും ഞാൻ ഓസിന് വാങ്ങാറില്ല. പിന്നെ അവാർഡ്സിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചെങ്കിൽ ഓസ്കാർ അല്ല, ഓസ്കർ അവാർഡ്സ്. മാധവേട്ടനെ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? വിവാഹം കഴിഞ്ഞിട്ട് മാസം ഇപ്പൊ 3 എവിടെയായിരുന്നു ഇത്രയും നാൾ? വേണ്ട, എന്നെ വില്ലനാക്കിയിട്ട് എന്റെ കുഞ്ഞു പെങ്ങളെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോ നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ വന്നു, കണ്ടു, കീഴടക്കി. ഇവനാരെ ജൂലിയസ് സീസർ? ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ പോവാ. ഇവര് കളിന്റെ സിസ്റ്റേഴ്സ് ആയിരിക്കും. ഇവരിവിടെ മോള് വാടകയ്ക്ക് താമസിക്കുന്നവരാ. നിഷ്കളങ്കതയുള്ള നല്ല ക്യൂട്ട് ഗേൾസ്. ഈ മത്തങ്ങ വാടക പാർട്ടീസ് ആയിരിക്കും അല്ലേ? അല്ലല്ല, സോറി മാധവേട്ടാ, പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ബാലുവിന്റെ ചേച്ചിയും ഹസ്ബൻഡുമാ, വല്യ ചേച്ചിയും ബോധേട്ടനും. സോറി, ബന്ധം അറിയാതെ നേരത്തെ 2 പ്രാവശ്യം ഞാൻ എടാന്ന് വിളിച്ചത്. സാരമില്ല, പലരും എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ അതിന് ശേഷം സോറി പറഞ്ഞ താങ്കൾ മാത്രമാണ്. ആട്ടെ, എന്റെ അളിയൻ എവിടെ? പുറത്തു പോയിരിക്കാ, ഉടനെ വരും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ആയിക്കോട്ടെ. ബാധ എന്നൊരു ടൈറ്റിൽ ഇടാൻ കാരണം? ബാധയല്ല, ബോധേശ്വരൻ. ഇതാരാ? അളിയൻ. തന്റെ അളിയൻ എന്റെ അളിയന്റെ വീട്ടിലെ കാര്യം എന്താ? ആരാ ഇത്? അളിയൻ. ഓഹോ, ഓരോരുത്തരായിട്ട് നുള്ളി പറയിക്കൊണ്ട് വരികയാണല്ലേ. തന്റെ അളിയൻ ഇവിടെ എന്താ കാര്യം? എന്റെ അല്ലടോ, ഇതാ നന്ദിനിയുടെ ഒരേ ഒരു ഏട്ടൻ, ചുംബൈ മറ്റവനല്ല, മാധവൻ, മുംബൈ. ആ മാധവ, ഇതാണ് നന്ദിനിയുടെ ബാലു. അളിയാ, ഐ ആം സോറി അളിയാ, വൈഡ് ആംഗിൾ ഒറ്റ ഷോട്ടിലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കഥാപാത്രം അങ്ങോട്ട് പിടികിട്ടിയില്ല. എന്താ ഇപ്പൊ ഇങ്ങോട്ട്? നാളെയുടെ പ്രതീക്ഷ എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന ജീനിയസ് ആയിട്ടുള്ള ഒരു പരസ്യചിത്ര സംവിധായകനാണ് ഞാൻ. ഇത് കണ്ടോ, ഹാൻഡിക്യാം ക്യാമറ. എന്റെ ഒരു പ്രസ്റ്റീജിയസ് പരസ്യചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് 2 വർഷമായി. മൗണ്ടൻ ബ്രേസിയേഴ്സ്. ഇതിനകം 2 ഷെഡ്യൂൾ കഴിഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല. കുറച്ചുകൂടി മോഡൽസിനെ കിട്ടിയാലേ എന്റെ 3ാമത്തെ ഷെഡ്യൂൾ തുടങ്ങാൻ പറ്റൂ. ഒന്ന് ഫ്രീ ആയപ്പോ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. എല്ലാരെയും കണ്ടല്ലോ, ഇനി പൊയ്ക്കോളൂ. അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നതിന് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനാണ് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ ഇത്രയും പ്രകൃതി സൗന്ദര്യമില്ലല്ലോ. മാത്രമല്ല, ഇവിടുന്ന് പോകാനൊട്ട് നന്ദിനി സമ്മതിക്കുന്നുമില്ല. നന്ദിനി എവിടെ? അടുക്കളയിലുണ്ട്. അവളെ ഇന്ന് ഞാൻ. ഈ വാടക ഗേൾസിനൂടെ വേറെ റിലേറ്റീവ്സ് ഒന്നും ഇല്ല. താങ്ക് യു. ബാലു ഭാഗ്യവാനാണ്, ഇത്രയും തൊട്ടിയായ ഒരു അളിയനെ കിട്ടിയത്. എന്താ, എന്തു പറ്റി? ഇതാ ഉണ്ണിക്കുട്ടന്റെ കൂടെ ചേർന്ന് വല്ലവും വലിച്ചു വരുത്തെന്ന് വയറ്റിന് പിടിച്ചു കാണത്തില്ല. പിടിക്കാത്തതല്ല, ഇത് വയറ്റിന് പിടിച്ചതാ. എന്ന് വെച്ചാ ഗർഭം. ഗർഭം? ദൈവമേ, എന്റെ ബഡ്ജറ്റ്.
ഹലോ, അതെ, ഉണ്ടല്ലോ. ബാലു, ഫോൺ. അതെ, എന്താ ബോധേട്ടാ? ഹോസ്പിറ്റലിലോ? എപ്പോ? ശരി, ഞാൻ ഉടനെ വരാം. എന്താ ബാലു? നന്ദിനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാനൊന്ന് പോയേച്ചു വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി. ബോധേട്ട, നന്ദിനി. ബാലു, മനുഷ്യൻ കൊതിക്കുന്നു, ഈശ്വരൻ വിധിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനഃശക്തി കൈവിടരുത്. ചേച്ചി, നിനക്ക് ഇങ്ങനെ ഒരു ദുർവിധി ഉണ്ടാവാൻ പാടില്ലായിരുന്നു ബാലു. പക്ഷെ എന്തു ചെയ്യും? ഈശ്വരന്റെ പ്ലാനിംഗ് മനസ്സിലാക്കാൻ ഒരു സ്കാനിങ്ങിനും കഴിയില്ലല്ലോ. ജീവിതകാലം മുഴുവൻ നീ ബാലു, നന്ദിനി. നന്ദിനി, നമ്മുടെ കുഞ്ഞ്. ഇതിലേതാ നമ്മുടെ കുഞ്ഞ്? രണ്ടും നമ്മുടെ തന്നെയാ, ഇരട്ടക്കുട്ടികളാ. ദൈവമേ, എന്റെ ബഡ്ജറ്റ്. എന്താ ബാലു, എന്തു പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാൻ? നീ എന്നോട് ചെയ്തത് കൊലച്ചതിയായി പോയി. ഞാൻ എങ്ങനെ ചതിച്ചെന്നാ? ഈശ്വരൻ തരുന്നത് കൈനീട്ടി വാങ്ങാതിരിക്കാൻ നോക്കുവോ? പ്രഗ്നൻസി ടൈമിൽ ഞാൻ എത്ര തവണ പറഞ്ഞതാ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന്. അതുകൊണ്ട് എന്താ ഗുണം? ഒന്നുമില്ലേലും ട്വിൻസ് ആണെന്ന കാര്യം അപ്പോഴേ അറിയാൻ കഴിഞ്ഞേനെ. എന്നാൽ അപ്പ തൊട്ട് ഞാൻ ടെൻഷൻ അടിച്ച് ഇപ്പൊ ഒരു പരുവായനെ. എന്റെ പ്ലാനിങ് ആകെ തെറ്റുകയാണ്. അന്നേ ഞാൻ പറഞ്ഞതാ നമുക്ക് ഉടനെ കുഞ്ഞുങ്ങൾ വേണ്ടാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? നമുക്ക് രണ്ടാൾക്കും 500 രൂപ വീതം ശമ്പള വർധന ഉണ്ടാവും, ഒരു കുഞ്ഞിന് മാക്സിമം 1000 രൂപയെ മന്ത്ലി എക്സ്പെൻസ് വരുത്തുള്ളൂ എന്നൊക്കെ അല്ലേ? ഈശ്വര നിശ്ചയം നമുക്ക് തടയാൻ ഒക്കുമോ? ഈ പറയുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. വേണ്ടാതിനും ചെയ്തിട്ട് ഈശ്വരനെ പഠിച്ചിട്ട് എന്താ അർത്ഥം? മെഡിക്കൽ സയൻസോടെ ചേർന്നല്ലേ എന്നെ ചതിച്ചത്? അതെങ്ങനെ? 10-200 രൂപയുടെ ടാബ്ലറ്റ്സ് വേസ്റ്റ് ആയില്ലേ? പ്രിവെൻഷൻ പറ്റിപ്പ്. ഇപ്പൊ എന്തായി? ശമ്പള വർധനം 1000 രൂപയും 2 കുഞ്ഞുങ്ങളും. ഇനി എക്സ്ട്രാ 1000 രൂപ എവിടെ ഒപ്പിക്കും ഞാൻ? വിഷമിക്കണ്ട ബാലു, എന്തെങ്കിലും വഴിയുണ്ടാവും. പെരുവഴിയാകാതിരുന്ന ഭാഗ്യം. എന്റെ ബഡ്ജറ്റും പ്ലാനിങ്ങും ലക്ഷ്യവും ഒക്കെ കുളമാവുന്ന മട്ട. പിന്നെ ഞാൻ എന്ത് വേണം? ഈ കുഞ്ഞുങ്ങളെ കൊല്ലണോ? കാലം കുറെ ആയല്ലോ മല മറിക്കാനുള്ള ലക്ഷ്യം കെട്ടിപ്പിടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തം കുടുംബത്തെക്കാളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെക്കാളും വലുതായിട്ട് എന്താണ് ആ ലക്ഷ്യം? അതെ, എനിക്ക് വലുത് എന്റെ ലക്ഷ്യമാ. അതെന്താണെന്ന് എനിക്കിന്നറിയണം. വരൂ. എന്റെ അമ്മയാ. അമ്മയോ? ബാലു, അമ്മ ഇവിടെ? കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമ്മ ഇവിടെ. എന്നിട്ടെന്താ അമ്മയുടെ അസുഖത്തെ കുറിച്ച് എന്നോട് ഇതുവരെ പറഞ്ഞേ? അമ്മയെ ഒരു അസുഖക്കാരിയായി ആരും കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല.
പഞ്ചമിയുടെ പുഞ്ചിരിമുത്ത് പൂമഴ പോലാരോ പാടും പൂന്തേൻ താരാട്ട് പൂമുഖത്തൊരു പൊന്നിൻ വിളക്ക് പഞ്ചമിയുടെ പുഞ്ചിരിമുത്ത് പൂമഴ പോലാരോ പാടും പൂന്തേൻ താരാട്ട് കുളപ്പുര മാളികയിൽ വിഷുക്കണി കണ്ടുണരാൻ വിളിക്കുന്നു വെള്ളി നിലാവ് തങ്ക നിറത്തോടെയിട്ടും മംഗകളെ കണ്ണറിയാൻ വിളിക്കുന്നു ആതിരരാവ് മുത്തണിക്കോലത്തെ പൂമുഖത്തൊരു പൊന്നിൻ വിളക്ക് പഞ്ചമിയുടെ പുഞ്ചിരിമുത്ത് പൂമഴ പോലാരോ പാടും പൂന്തേൻ താരാട്ട് നിവർത്തണ കുളക്കടവിന്റെ അരികിലായി വണ്ണാത്തിക്കിളി ചിലക്കണ വയൽ വരമ്പിന്റെ നെറുകിലായി മഞ്ഞു പെയ്യും മകരമാസവയിൽ വിരിയണ പുഴയിലെ കുഞ്ഞു കുഞ്ഞു പരലിനോടു കഥ പറഞ്ഞു തളരവേ എന്റെ ഓർമ്മയിൽ ഇടവത്തിൻ്റെ മഴയും പൂങ്കാറ്റും കുരവയും കുളിരുമായി പടികടന്നു വന്നതെന്തിനോ പൂമുഖത്തൊരു പൊന്നിൻ വിളക്ക് പഞ്ചമിയുടെ പുഞ്ചിരിമുത്ത് പൂമഴ പോലാരോ പാടും പൂന്തേൻ താരാട്ട് ആകാശം വിളക്കു വെക്കണൊരണിയങ്കാവിന്റെ നടയിലും പൂക്കാലം വിരിഞ്ഞൊരുങ്ങണൊരിലഞ്ഞിക്കാവുള്ള തൊടിയിലും ഞാറ്റുവേല കിളികൾ വന്നു കവിത മൂളും പുലരിയിൽ ആറ്റുവക്കിലുലഞ്ഞു നിൽക്കണ കൈത പോക്കും സന്ധ്യയിൽ എന്റെ സ്വപ്നമേ മറക്കില്ല നിൻ ചിരിയും പൂപ്പാട്ടും കളകളും വളകളും സരളമായ നൊമ്പരങ്ങളും പൂമുഖത്തൊരു പൊന്നിൻ വിളക്ക് പഞ്ചമിയുടെ പുഞ്ചിരിമുത്ത് പൂമഴ പോലാരോ പാടും പൂന്തേൻ താരാട്ട് കുളപ്പുര മാളികയിൽ വിഷുക്കണി കണ്ടുണരാൻ വിളിക്കുന്നു വെള്ളി നിലാവ് തങ്ക നിറത്തോടെയിട്ടും മംഗകളെ കണ്ണറിയാൻ വിരുന്നെത്തുമാതിരരാവ് മുത്തണിക്കോലത്തി ഇതാണ് നമ്മുടെ കുളപ്പുര വീട്. അമ്മയുടെ അസുഖത്തിന് ഡോക്ടറുടെ ഒരേ ഒരു പ്രിസ്ക്രിപ്ഷൻ. നന്ദിനി ചോദിച്ചില്ലേ അമ്മയെ നമ്മളോടൊപ്പം താമസിപ്പിച്ചുകൂടെയെന്ന്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടേക്കല്ലാതെ വേറെ ഏത് വീട്ടിലേക്ക് കൊണ്ടുപോയാലും അപകടമാണ്. ഇനി എന്നെങ്കിലും ഒരിക്കൽ
ഈ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അമ്മയുടെ അസുഖം മാറിയേക്കാമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ ബാലു. ഇതൊന്നും അറിയാതെ ഞാൻ ഇനി മുതൽ ബാലു തനിച്ചല്ല, ഞാനുണ്ട് കൂടെ. എത്രയും വേഗം നമുക്ക് ഈ വീട് സ്വന്തമാക്കണം. അമ്മയുടെ അസുഖം മാറി. ബാലു അങ്കിൾ. ഹായ് വിഷ്ണു. ശരി. ആ കുട്ടി ഏതാ? വരദരായൻ ചേട്ടന്റെ മോനാ വിഷ്ണു. ഞങ്ങള് ഫ്രണ്ട്സാ. അവൻ ഓർമ്മയായ കാലം മുതൽക്ക് എന്നെ കാണുന്ന ഇവിടെ വന്നിങ്ങനെ വായി നോക്കി നിൽക്കുന്നത്. അയാൾക്ക് ഈ പ്രായത്തിലൊരു മോനോ? 4ാമത്തെ ഭാര്യയിലുണ്ടായ മോന. പറഞ്ഞിട്ടെന്താ, ഭാര്യമാര് 4 ആരും ഇപ്പൊ ജീവനോടെ ഇല്ല. ഭയങ്കരനാ. അയാള് കൊന്നെന്ന ജനസംസാരം. Marvelous. Exquisite. സുസ്മിതാസനിന്റെ സുസ്മിതം, ഐശ്വര്യ റോയുടെ ഐശ്വര്യം, മാധുരി ദീക്ഷിതിന്റെ മാധുര്യം, ഇതൊക്കെ സമാസമം കമ്പൈൻ ചെയ്തെടുത്ത ഒരു വണ്ടർഫുൾ 3-in-1 അല്ലേ ഇയാള്? വാണി, യു ആർ എ ഡ്രീം ഗേൾ. പരസ്യ ചിത്ര ലോകത്ത് ഇയാളെ ഞാനൊരു വാണി മുഖർജിയാക്കും. പക്ഷേ അടുത്ത 20 വർഷക്കാലത്തേക്ക് വേറെ ഒരു ഡയറക്ടറുടെയും കൂടെ വർക്ക് ചെയ്യില്ലെന്ന് താനൊരു കോൺട്രാക്ട് എനിക്ക് എഴുതി ഒപ്പിട്ട് തരണം. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് DTS ആഡ് ഫിലിമിലെ മെയിൻ മോഡൽ വാണി ആയിരിക്കും. യു ആർ ഫിക്സ്ഡ്. താങ്ക് യു മാധവേട്ട. മോഡൽ ആവാന്നുള്ളത് എന്റെ ലൈഫ് ലോങ് ആംബിഷനാ. എന്റെ ഭാഗ്യം. എന്നെ പോലൊരു ജീനിയസിനെ കണ്ടുമുട്ടിയത് വാണിയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് കരുതിയാൽ മതി. മനസ്സിനിണങ്ങിയ ഒരു മോഡലിനെ തേടി ബോളിവുഡിലേക്ക് പറക്കാനിരുന്നതാ ഞാൻ. ഇനി പോവില്ല. ഇയാള് തന്നെയാണ് എന്റെ മനസ്സിനിണങ്ങിയ ഗേൾ. അതായത് മനസ്സിനിണങ്ങിയ മോഡൽ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വെൽക്കം. വെൽക്കം വെരി മച്ച്. ഇവളെയും കൊണ്ടേ ഞാൻ പോകും. ഓ, ഒരു കോവളത്തെ വായന. ഫ്രണ്ട്സ് താഴോട്ട് പോകുന്നുണ്ടോ? അതുകൊണ്ടാ വന്ന്. ലക്ഷ്മിക്കുട്ടി, എന്റെ കാര്യം സാക്ഷാൽ പരമശിവന്റെ മോന്റെ കല്യാണം പോലെ നീളുന്നതല്ലാതെ ഇതുവരെ ഒരു നീക്കുപോക്കായില്ലോ. ഏത് കാര്യം ബോധേട്ട? അപ്പൊ കംപ്ലീറ്റ് മറന്നോ? അതല്ല, ബോധേട്ടന് 100 കാര്യങ്ങളാണല്ലോ. അതിലേതാന്നാ ചോദിച്ചേ? എന്നെ അമേരിക്കയിലോട്ട് കൊണ്ടുപോകുന്ന കാര്യം. ഓ, അതാണോ? ഉടനെ ശരിയാക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. കഴിഞ്ഞ ആഴ്ച എനിക്ക് പാസ്പോർട്ട് എടുക്കണ്ട. ഡോണ്ട് വെറി ബോധേട്ടാ. എത്രയും വേഗം ഞാൻ ബോധേട്ടനെ കൊണ്ട് സ്റ്റേറ്റ്സിലേക്ക് പറക്കും. പ്രോമിസ്. മതി, എനിക്കത് മതി. ചാകുന്നെങ്കിൽ അമേരിക്കൻ മണ്ണി കിടന്ന് ചാവണം. അമേരിക്കൻ ഡെത്ത്. അപ്പോ വലിയ ചേച്ചി മോനെയും കൂടെ കൊണ്ടുപോണ്ടേ? സ്വർഗത്തിൽ പോകുമ്പോ ആരെങ്കിലും കട്ടറുമ്പോളെ കൊണ്ടുപോകാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ ലെസ് ലഗേജ് മോർ കംഫോർട്ട് എന്നല്ലേ മങ്കൂറിന് ഗൾബോബിച്ച് പറഞ്ഞിരിക്കുന്നത്. ബോധേട്ടൻ. ആ പരസ്യക്കാരന് എന്റെ ഭാര്യയോട് എന്താ ഇത്ര രഹസ്യം? ഹലോ. ഓ, പുറകേന്ന് വിളിച്ചു. നല്ലൊരു പരസ്യ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന് പോവുമായിരുന്നു. എന്ത് പരസ്യം? സ്നോ വൈറ്റ്, എലി പാഷാണം. ഈ പോക്ക് പോവാണെങ്കിൽ ഷൂട്ടിങ്ങിന് മുമ്പ് നീ പാഷാണം കഴിക്കേണ്ടി വരും. മനസ്സിലായില്ല. ഇത് പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാണ്, അത് ഓർമ്മ വേണം. ഓർമ്മയുണ്ട് ചേട്ടാ. ആ മധുരിക്കുന്ന ഓർമ്മകളാണ് എന്റെ പ്രചോദനം. യമുന പുളിനവും ഗോപികാ വൃന്ദവും പിന്നെ ഈ മാധവനും പുളകം കൊണ്ട് ഞാൻ പുളയുകയാണ് ചേട്ടാ. ഇങ്ങനെയാണെ നീ കുറെ പൊളയേണ്ടി വരും ഇടി കൊണ്ട്. നിനക്ക് എന്തുവാടാ എന്റെ ഭാര്യ എടുത്ത രഹസ്യം? അയ്യോ, ചേട്ടന്റെ ഭാര്യയോട് ഞാൻ ഒരു രഹസ്യവും പറഞ്ഞിട്ടില്ല. ചേട്ടനാണ്. ഞാൻ കണ്ടു. ഞാൻ രഹസ്യം പറയുന്നത് കേട്ടോ? കേട്ടില്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. എന്റെ ഭാഗ്യം. എങ്ങനെ? അല്ല ചേട്ടാ, എത്യോപ്യൻ പാചക രീതിയെ കുറിച്ച് ഞാൻ ചേട്ടന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ എത്തണ്ട. നിന്റെ പാചകം എന്റെ ഭാര്യയുടെ അടുക്കള വേണ്ട. അത് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണെങ്കിലും അതിന്റെ ഗുണം ചേട്ടൻ. നീ എന്നെ അങ്ങനെ ഗുണിക്കാൻ നോക്കണ്ട. ആളും തരവും കൊണ്ട് പെരുമാറില്ലെങ്കിൽ വാലും തലേ കാണല്ലേ പറഞ്ഞേക്കാം. സത്യം പറ, നീ എന്താ എന്റെ ഭാര്യയോട് പറഞ്ഞ? ഉള്ളത് പറയാമല്ലോ. സൂക്ഷിച്ചില്ലെങ്കിൽ ചേട്ടനെ പോലെ അന്തസ്സുള്ള ഒരു ഭർത്താവിനെ ആ പെമ്പിളരെ കൊത്തിക്കൊണ്ടു പോകുന്ന ഞാൻ പറഞ്ഞത്. നീ അത്രേ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടി പറയണമെന്ന് കരുതിയതാ. ഏത് കാര്യം? ചേട്ടൻ അമേരിക്കയിലെ രശ്മി. അത് നീ അറിഞ്ഞു? മറ്റുള്ളവരുടെ കാര്യം ഒളിഞ്ഞു നിന്ന് കാണുന്ന എന്റെ ഹോബി. അതുകൊണ്ട് ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. നമുക്ക് രണ്ടാൾക്കും അതാ നല്ലത്. അപ്പോ തീർപ്പ് ടെലിവിഷൻ കഴിപ്പിക്കണ്ടേ? ഗുഡ് ബോയ്. എന്താ ഇവനിത്ര കോൺഫിഡൻസ്?
ഒത്തീർപ്പെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഒത്തു വന്നാ നിന്നെ ഞാൻ വഹിക്കും. ബാലു കേക്കുന്നില്ലേ? എന്താ ഇത്? ഉത്സവപ്പറമ്പോ? കുഞ്ഞുങ്ങളെ കൂടി ഉറക്കില്ലെന്ന് വെച്ചാ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എത്ര വേഗം അവരിവിടെ ഇറക്കി വിടണം. വിടണമെന്നുണ്ട്, പക്ഷെ 1.5 വർഷത്തെ എഗ്രിമെന്റാ. എന്താ എഗ്രിമെന്റ്? ബാലു ഒന്ന് മനസ്സിലാക്കണം. കുടുംബം എന്ന് പറയുന്നതും വലിയൊരു എഗ്രിമെന്റാ. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു അതിരുണ്ട്. നീ സമാധാനപ്പെടും. എന്താ ഇത്, ചന്തയോ? നേരം എത്രയെന്നറിയാവോ? ബാക്കിയുള്ളവരെ ചെവിതലേക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ TV ഓഫ് ചെയ്യടോ. ഓ, ഇതെന്താ ദോശക്കല്ലോ തേപ്പൂട്ടി ഇങ്ങനെ ചൂടാക്കി വെച്ചോണ്ടിരിക്കാൻ? കറണ്ട് എന്ന് പറയുന്നതേ നിങ്ങൾക്ക് കറണ്ട് തന്നെ ഉള്ളതല്ല, മനസ്സിലായോ? അവിടെ എന്ന് പറഞ്ഞാൽ മതി. വൈകുന്നേരം ഓൺ ചെയ്തതാ, ഓഫ് ചെയ്യാൻ മറന്നുപോയി. വൈകുന്നേരം എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാണ്. കായംകുളം താപനിലയം എനിക്ക് സ്ത്രീധനം കിട്ടിയിട്ടൊന്നുമില്ല. അങ്ങോട്ടേ നോക്ക്, ഇലക്ട്രിക് ട്രെയിനിനെ കാട്ടി വേഗത്തിലായി ഇലക്ട്രിക് മീറ്റർ ഓടുന്നത്. സോറി ബാലുട്ടാ, പറഞ്ഞില്ലേ, മറന്നുപോയതാ. കൂടുതലും അറിയണ്ട. നാളെ നേരം വെളുക്കുമ്പോ എല്ലാ എണ്ണം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളും. ഓരോ പുലിവാല് കയറി പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ബാലിച്ചേട്ടാ? എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ കുത്തുപാള എടുപ്പിക്കരുത്. അതെ, എഗ്രിമെന്റ് 1.5 വർഷത്തേക്കാ. അറിഞ്ഞില്ലേ? സുപ്രീം കോടതി മെനഞ്ഞാന്ന് എഗ്രിമെന്റുകളെ കുറിച്ച് പുതിയൊരു വിധി പാസാക്കിയിട്ടുണ്ട്. ഓൾ എഗ്രിമെന്റ്സ് ക്യാൻസൽഡ്. അതുകൊണ്ട് ഒഴിവൊഴിവൊന്നും പറയണ്ട, നാളെ തന്നെ വെക്കേറ്റ് ചെയ്തോണം. ചെയ്യാം, പക്ഷെ ഇതേപോലൊരു അക്കോമഡേഷൻ ബാലുച്ചേട്ടൻ തന്നെ അറേഞ്ച് ചെയ്ത് തരേണ്ടി വരും. പിന്നെ എനിക്ക് ബ്രോക്കർ പണിയല്ലേ. അപ്പൊ പിന്നെ അവിടെ നിന്ന് സംസാരിച്ചാ മതി. കാലാവധി തീരാതെ ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമല്ല ബാലുച്ചേട്ടാ. എന്നെ കൊണ്ട് കടുങ്കൈ ഒന്നും ചെയ്യിക്കരുത്, പറഞ്ഞേക്കാം. അങ്ങനെ കാര്യമില്ലാതെ ഞങ്ങളെ ഉപദ്രവിച്ചാലേ വനിതാ കമ്മീഷനിൽ പീഡന കേസ് അയ്യേ, എന്റെ പൊന്ന് സഹോദരിമാരെ, താഴെ എന്റെ ഭാര്യ താലിയിലെ കൊളുത്ത് ഊരി പിടിച്ചോണ്ട് നിൽക്കുക. ഏത് നിമിഷവും അത് വലിച്ചെറിഞ്ഞേക്കാം. നിങ്ങളെ പോലെ കേസ് ഫയൽ ചെയ്യാൻ എനിക്കൊരു പുരുഷ കമ്മീഷനും ഇല്ല. പ്ലീസ് എന്നെ ഒരു എക്സ് ഹസ്ബൻഡ് ആക്കരുത്. അയ്യോ, അങ്ങനൊന്നും ഉണ്ടാവില്ല ബാലിച്ചേട്ടാ. തൽക്കാലം ബാലിച്ചേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കേ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വേറൊരിടം കിട്ടിയാ നിങ്ങൾ വെക്കേറ്റ് ചെയ്യുമല്ലോ? ചെയ്യും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഉണ്ണിക്കുട്ട, തീറ്റ കഴിഞ്ഞെങ്കിൽ താഴോട്ട് വാ, ഇവരെ ഉറങ്ങട്ടെ. ഞാൻ വരാൻ കുറച്ച് വൈകും. നല്ല മര്യാദയുള്ള പയ്യൻ. ഉമ്മയല്ല ബാപ്പ. ചെയ്യും. അവരിതല്ല, ഇതിലപ്പുറം ചെയ്യും. ഒറിജിനൽ ടെററിസ്റ്റുകളാ. ദേ ഇവരോട് ചോദിച്ചു നോക്ക്. മേട്ടന്റെ ടെററിസം ഭയന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാന്നാ അവര് പറഞ്ഞത്. കള്ളമായിരിക്കും. 5നും ചവിട്ടി പുറത്താക്കിയതാ ഞാൻ. സഹിക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ? കുട്ടികളല്ലേ മാഡം, ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവർക്ക് മാപ്പ് കൊടുത്ത് ഒരു ചാൻസ് കൂടെ കൊടുക്കണം. എന്തിനാ? അമ്മയെ കൊല്ലാനോ? മിസ്റ്റർ ബാലു, ആ മുൾക്കുരിശികൾ ഏറ്റുവാങ്ങാൻ എനിക്കെന്നല്ല ഭൂമി മലയാളത്തിൽ ഒരു മേട്രനും കഴിയില്ല. ഐ എം വെരി സോറി. അവസാന തീരുമാനമാണോ? അതെ. കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു. ബോധേട്ടന് സ്കൂട്ടർ ഓടിക്കാനും അറിയോ? പിന്നില്ലേ, പറപ്പിക്കും ഞാൻ. അല്ല, ഈ വേനൽക്കാലത്തെ ഹെൽമെറ്റും പിള്ളേരും ഒക്കെ എന്തിനാ? വേറെ ആരും അറിയണ്ട, ഞാൻ ഉടനെ അമേരിക്കയിലേക്ക് പറക്കും. കൺഗ്രാറ്റുലേഷൻസ് ബോധേട്ടാ. അവിടെ ഇതൊക്കെ കൂടിയേ തീരൂ. അതുകൊണ്ട് ഹൈവേയിൽ ഒരു റിഹേഴ്സൽ നോക്കാന്ന് വെച്ചു. എന്നാ ലൈബ്രറി വരെ എനിക്കൊരു ലിഫ്റ്റ് തരുമോ? പിന്നെന്താ, പക്ഷെ എണ്ണ അടിക്കണം. ഞാൻ സ്പോൺസർ ചെയ്യാം. താങ്ക് യു. നമുക്ക് ഏതെങ്കിലും പമ്പിൽ കയറാം. പമ്പിൽ പോരാ, റേഷൻ കടയിൽ കയറണം. 5 ലിറ്റർ മണ്ണെണ്ണ, അത് മതി. മണ്ണെണ്ണയോ? ആ, മണ്ണെണ്ണ. കയറികളൂ, എന്നെ മുറുകെ പുണർന്നിരുന്നോളൂ. അളവെന്റതല്ലേ. സ്റ്റാർട്ടായി. ബാഡി ടച്ച് ചെയ്തിരുന്നോളൂ. ബോധേട്ടന് എന്ത് സ്പീഡാ! സൂക്ഷിക്കണേ. എത്ര സൂക്ഷിച്ചാലും വരാനുള്ള വഴി തങ്ങുമൊക്കെ. ഹലോ, അതേ ഹെൽമെറ്റും പുള്ളോറും അവൻ തന്നെ. വാ. ആരോ വിളിക്കുന്നു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ലല്ലോ. ആരാ, കമ്മീഷണർ? അതെ, തനിക്കൊരു കമ്മീഷൻ തരാൻ തന്നെ വന്നത്. കമ്മീഷനോ? എന്തിന്റെ കമ്മീഷൻ? മില്ല് നാരായണന്റെ ഗുണ്ടല്ലടാ നീ. ഗുണ്ടയോ? മില്ല് നാരായണനോ? താൻ എന്തൊക്കെ വേണ്ടതിനായി പറയുന്നത്? ആയ്, ബട്ടർഫ്ലൈ ഒന്ന് താഴോട്ട് ഇറങ്ങിയേ. താഴോട്ട് ഇറങ്ങുമോളെ, കാല് പൊക്ക്. അങ്ങോട്ട് മാറി നിന്നേ. അങ്ങോട്ട് മാറിയുന്നോ? ഇനി പറയടാ, താനല്ലേ അന്ന് കൂലിക്ക് തല്ലാൻ വന്നത്? ഈ ഹെൽമെറ്റും ജാക്കറ്റും ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല. നിന്നെ പിടി കിട്ടില്ലെന്ന് കരുതിയല്ലേ? എന്നൊന്നും കരുതിയിട്ടില്ല.
എന്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ ആരെയും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇവരൊക്കെ ഈ ഹെൽമെറ്റ് ചട്ടയൊന്നും എന്റെ സ്വന്തമല്ല. Let me ask you a wonderful question. നിങ്ങൾ എന്തിനാണ് എന്നെ അടിച്ചത്? ഇയാളല്ല നമ്മളെ തല്ലിയത്. ആയിരുന്നെങ്കിൽ ഒരടിയെങ്കിലും തിരിച്ചടിക്കുമായിരുന്നില്ല. കളഞ്ഞിട്ട് വാടേ വാണേ. മൂത്രം പോവില്ല ഉറപ്പായി. ആംബുലൻസ് പ്ലീസ്. അച്ഛാ, ഞാൻ തുളിതുറബനെ ഉത്സവത്തിൽ കൊണ്ടുപോകും. ബലൂൺ കപ്പലിന്റെ മാറ്റിയതാ. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധേട്ടന്റെ ബോധം കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ആയെന്നാ തോന്നണേ. ഞാൻ ഒരുത്തി മല പോലെ വീട്ടിലുള്ളപ്പോ എന്റെ കണ്ണു വെട്ടിച്ച് കണ്ടവളുമാരെയൊക്കെ കയറ്റി ഇരുത്തി ഊര് തെണ്ടി ചെയ്ത ബലം. ഈശ്വരന്റെ കണ്ണു വെട്ടിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ആക്ച്വലി എന്താ സംഭവിച്ചത്? ആരാവുമാര്? എനിക്കറിയില്ല. ഏതായാലും കുട്ടിയുടെ മോഡൽ ഔട്ട് ഓഫ് ഫോക്കസ് ആകാഞ്ഞത് ഭാഗ്യം. കുറ്റന്റെ പെൻസിലൊടിച്ചു സാർ. അവിടെ എങ്ങും ആരും ഇല്ലല്ലോ. പെൻസില് ബാലപാഠം മുതൽ റീവൈൻഡ് ചെയ്യ. ഭയപ്പെടാനൊന്നുമില്ല. തലക്കേറ്റ ഷോക്കല്ലേ. ഇങ്ങനെ പലതും പറയും. ഒരു ദിവസം റെസ്റ്റ് എടുക്കട്ടെ, ഒക്കെ മാറും. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഉപ്പൂറ്റി മുതൽ എക്സ്റേ എടുത്തിരിക്കുക. അതുകൂടി ഒന്ന് നോക്കിയിട്ട് പറയാം. ഇന്റേണൽ ഹെമറേജ് വല്ലതുണ്ടെങ്കിൽ വലിയ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. റെസ്റ്റ് എടുത്താൽ മാറുമെങ്കിൽ പുള്ളി വീട്ടിൽ എപ്പോഴും റെസ്റ്റാ. അതങ്ങനെ മാറിക്കൊള്ളും. കോസ്റ്റ്ലി ട്രീറ്റ്മെന്റ് ആവശ്യമേ ഇല്ല. ഇങ്ങനെ മനസ്സാരില്ലാതെ സംസാരിക്കരുത് ബാലു. നിനക്ക് കിട്ടേണ്ടതാ. ബോധേട്ടൻ 2 കൈ നീട്ടി വാങ്ങിച്ചത്. ഏതായാലും അവരെ പ്രശ്നം ഇതോടെ അവസാനിച്ചല്ലോ. എന്ത് ഇത് പൈലറ്റ് എപ്പിസോഡ്? മെഗാ സീരിയലിന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ വീണപൂവിന്റെ ദുരവസ്ഥയിൽ തെല്ല് കരുണ കാണിക്കണോ? കരുണയല്ല, കരണത്തിനെണ്ണം പൊട്ടിക്കാൻ വേണ്ടത്. പോക്കറ്റ് കാണിച്ചിട്ട് പോക്കറ്റ് മണി നോക്കിയാൽ നാണമില്ലല്ലോ. ഇല്ല, കഴിഞ്ഞ കൊല്ലം നാണം വിറ്റാണ് ഞാൻ ഓണം ഉണ്ടത്. കൂടുതലൊന്നും ചോദിച്ചില്ല. ഉള്ളി 200 റുപ്പീസ്. ആശുപത്രി കിടന്ന 4 ദിവസത്തെ ബാറ്റ പെൻഡിങ്. 4 into 50 200 റുപ്പീസ്. 4 into 600 2400 കാണിക്കിട്ടാ തന്നെ ആശുപത്രിയിൽ നിന്ന് കെട്ടിയെടുത്തത്. ആ മോർച്ചറി വരെ എത്തിയിരുന്നെങ്കിൽ ഇതിന്റെ പകുതി പോലും പാഴാവില്ലായിരുന്നു. അത് കാർഷിക ലോണായിട്ട് കൂട്ടിക്കോ. തരം പോലെ എഴുതണം. നാളെ അല്ലേ 28? തനിക്കല്ലല്ലോ, എന്റെ കുഞ്ഞുങ്ങൾക്കല്ലേ. തനിക്ക് വേണ്ടത് 16. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. 4 ആള് കൂടുന്നിടത്തൊരു ഗ്ലാമർ ഒക്കെ വേണ്ടേ? 200 റുപ്പീസ് ഒരു ബ്യൂട്ടി പാർലറിൽ പോകാനാ? അയ്യടാ, അങ്ങനെ കാശ് മുടിച്ച് ഗ്ലാമർ ഉണ്ടാക്കണ്ട. വാലും ചുട്ടി ഇവിടെ ഇരുന്നോളാം. കൂളിംഗ് ഗ്ലാസും കോമാളി വേഷവും മടുത്തു. സൗന്ദര്യബോധമില്ലാത്ത ധൂമഗതു ഷേറ്റ്. 200 ഇന്ത്യൻ മണീസ്, ഏകദേശം $5 അമേരിക്കൻ ഉണ്ടാക്കാൻ എന്താ ഒരു വഴി? Where there is a will, there is a way. അതിനിടയ്ക്ക് ഇതെവിടെ പോയി? ഉണ്ണിക്കുട്ടന് കട്ടം വേണ്ട, ബൂസ്റ്റ് ഉണ്ടെങ്കിൽ മതി. ബൂസ്റ്റ് അമ്മ കൊണ്ടുതരും. ബാലുമാമൻ ഇങ്ങോട്ട് പോയി. സ്റ്റെയർ കേസ് കയറി മോളോട്ട് പോയി. ബാലു എന്താ ഇവിടെ? ബാംഗ്ലൂർ ബ്രാഞ്ചിലേക്ക് അത്യാവശ്യമായിട്ട് ഇമെയിൽ അയക്കണം. ഇപ്പൊ തന്നെ അവിടെ റീച്ച് ചെയ്യണം. ഓ, ഇവിടെ ആവുമ്പോ നല്ല സൗകര്യാണല്ലേ. ഇതൊക്കെ ഓഫീസിൽ വെച്ച് പോരെ? വെറുതെ എന്തിനാ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? ഏയ്, എനിക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല. എന്നാലേ എനിക്കുണ്ട്. കമ്പ്യൂട്ടർ ഗെയിം കളിച്ച് ഇവരിവിടെ ആവശ്യത്തിലേറെ കറണ്ട് ചെലവാക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് മുതലാക്കാവുന്ന വരും. അങ്ങനെ ഒരു മുതലെടുപ്പൊന്നും വേണ്ട. എനിക്ക് വരുന്നുണ്ടോ? ഒരേ വീട്ടിൽ കഴിയുന്ന നമ്മൾ തമ്മിൽ സെപ്പറേഷൻ വേണോ? വേണം. മിസ് എന്നും മിസ്സസ് എന്നുള്ള സെപ്പറേഷൻ നമുക്കിടയിലുണ്ട്. അത് മറക്കണ്ട. ഞാൻ അത്ര മന്ദബുദ്ധിയൊന്നുമല്ല. ഇത്തിരി അതിബുദ്ധിയാണെന്നറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഈ വീടാ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എന്റെ ഭർത്താവിനെ അല്ല. നന്ദിനി, വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. കാണിച്ചു കൂട്ടല്ലേ? പേടിക്കണ്ട. ഞങ്ങൾ കാരണം നന്ദിനിക്ക് ഒന്നും നഷ്ടാവില്ല. ഔദാര്യമായിരിക്കും. അല്ല, മര്യാദ. മര്യാദയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റിയൊരു കക്ഷി. നിർത്തുന്നുണ്ടോ ഒന്ന്? നാശം. തൊട്ടുപോകരുത്. ഇനി നിന്റെ കൈ പൊങ്ങിയാലെ കൈ ഞാൻ വെട്ടും. നീ ഞൊട്ടും. വെട്ടലും വീശലും ഒക്കെ പിന്നെ
ബാലകൃഷ്ണ സാർ ആദ്യം പോയി എനിക്ക് തരാനുള്ള കാശുണ്ടായിക്കൊണ്ട് വാ. എടോ സേട്ടെ, താൻ ഒന്നും ഓർത്തോ, കേസ് കഴിയുന്നവരെ കുളപ്പര വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ തൊടാനുള്ള അവകാശം തനിക്കില്ല. വിധി വരുന്നവരെ വെറും നിധി കാക്കുന്ന ഭൂതമാണ് നീ. അതെടാ, കേസ് കഴിയാൻ ഇനി വർഷങ്ങളും മാസങ്ങളും ഒന്നുമില്ല, എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ. പോയി കാശ് കൊണ്ടുവാ, എന്നിട്ട് മതി വീരസം വിളമ്പൽ. വരുമടോ, തന്റെ വായ്ക്കരി പണവുമായിട്ട് ഞാൻ വരും. അന്ന് ഈ കുളപ്പര വീടെന്ന പേരിവിടെ കണ്ടില്ലെങ്കിൽ ശബ്ദം കേട്ടു. എനക്ക് അന്ന എനിക്ക് എന്നൊക്കെ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാനിവിടെ കാറ്റ് കൊള്ളാൻ വന്നതാ. കാറ്റ് കളയാൻ വന്ന ഞാനിവിടെ അത് ഇവിടെ ഒരു കള്ളൻ ഇതിനകത്തോട്ട് കയറി പോകുന്നുണ്ടോ? ഇല്ലേ, ഒരു കള്ളൻ, ഇതുവഴി പോയി ഒക്കെയുള്ള ഒരു കള്ളൻ. അത് പിന്നെ ആരോ ഒരാൾ അതുവഴി ഞാൻ കണ്ടതാ. പാരപ്പറ്റിലൂടെ ഞാൻ ഫോളോ ചെയ്ത്. നന്ദിനി, എവളിത് അളിയന്റെ ഹൈ സ്പീഡിൽ ഒരെണ്ണം മാഞ്ച് പിടിക്കും. എന്താ ഇത്? കുഞ്ഞുങ്ങളെ കരയുന്ന കേൾക്കുന്നില്ലേ? കുഞ്ഞുങ്ങളാകുമ്പോ കുറച്ചൊക്കെ കരയും. ഒരു കണക്കിന് ഇപ്പോഴേ കരഞ്ഞ് ശീലിക്കുന്നത് നല്ലതാ. എന്റെ ഈശ്വര, ഒക്കെ ചെയ്തിട്ട് വെട്ടി വിഴുങ്ങണത് കണ്ടില്ലേ? മതി, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ തോറ്റമ്പാടാണല്ലോ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഞാനും അത് തന്നെ ചോദിക്കുന്നേ. പെണ്ണും കെട്ടി കുട്ടികളും രണ്ടായി, ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തിക്കൂടെ? ഇത് മുറ്റിയ സംശയരോഗമാ, ഒരു രക്ഷയില്ല. അയ്യോ, എന്റെ പാസ്പോർട്ട് കത്തിച്ചല്ലോ. എനിക്ക് അമേരിക്കയിൽ ആര് നിങ്ങളുടെ അമ്മായിപ്പൻ ഇരിക്കുന്നു? മാധവൻ പറഞ്ഞിരിക്കും. ഇനി പാസ്പോർട്ട് ഫുൾ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുമിട്ടോണ്ട് പുറകെ മണപ്പിച്ച് നടന്നാലുണ്ടല്ലോ. കൊച്ചിന്റെ അച്ഛനാന്നൊന്നും ഞാൻ നോക്കുകയില്ല. കൊളുത്ത് ഞാൻ ഇതുപോലെ മണ്ണെണ്ണൊഴിച്ചു മിണ്ടിപ്പോവരുത്. അയ്യടാ, വയസ്സാം കാലത്ത് ശൃംഗരിക്കാൻ നടക്കുന്നു മന്മത കുഞ്ഞ്, ജെട്ടിയും ജമ്പർ ഇട്ടോണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാ മുണ്ടെടുക്കാതെ എവിടെങ്ങനെ വാലാ കോല നടന്ന അട്ടെ പിടിച്ച് കെട്ടും ഞാൻ. നീ എന്ത് വേണേ കെട്ടിക്കോ, പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിക്കണം, ഞാനൊരു ഏകപത്തി വ്രതക്കാരനാണ്. ഇക്കണക്കിന് നിങ്ങളെ കൊണ്ട് ഞാൻ വെറുതെ എടുപ്പിക്കുന്നുണ്ട്. അതില്ലെങ്കിലും ആക്കളന്ത് തീരെ.
ഇതുപോലൊരു സാധനത്തിനെ കെട്ടിയ എന്റെ ജീവിതം അധോഗതി ആയത് തന്നെ. നീ ഇങ്ങനെ കഥയില്ലാതെ കലിതുള്ളി വെറുതെ BP കൂട്ടണ്ട. അവരെ ഇവിടുന്ന് ഇറക്കി വിടുന്ന പ്രശ്നമില്ല. ഞാൻ എഴുതി കൊടുത്ത എഗ്രിമെന്റ് മാത്രമല്ല കുഴപ്പം. അതെ, എഴുതി കൊടുക്കാത്ത എഗ്രിമെന്റുകളും കാണും. നിന്റെ മനസ്സ് മാറ്റാൻ എന്നെ കൊണ്ടാവില്ല. ഇപ്പൊ അവരെ ഇറക്കി വിട്ട എണ്ണി മേടിച്ച അഡ്വാൻസ് 20,000 ഉടനെ കൊടുക്കണം. ഒന്നും അറിയാത്തവളെ പോലെ നീ സംസാരിക്കരുത്. എല്ലാം അറിയാം, അതുകൊണ്ട് എന്നെ സംസാരിച്ചത്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാങ്കിൽ നിന്ന് 5 പൈസ എടുക്കാൻ ഒക്കില്ല. അറിയാമല്ലോ, കേസിന്റെ ഡേറ്റിന് അടുത്തല്ലേ ഉള്ളൂ. ഈ കേസിന്റെ ഡേറ്റ് കഴിഞ്ഞു. അവളുമാരെ ഇറക്കി വിടാൻ പറ്റുമോ ഇല്ലയോ എനിക്ക് ഇപ്പൊ അറിയണം. അറിയാനൊന്നുമില്ല, പറ്റില്ല. എന്നാൽ എനിക്ക് പറ്റും. ആഹാ, നിന്നെയൊക്കെ ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുടുംബം കലക്കാൻ വന്ന സാമദ്രോഹികള്. നന്ദിനി, എന്താ ഇത്? ഇവരൊക്കെ മില്ലേനിയം മോഡൽസ് അല്ലേ? അതിന്റേതായിട്ടുള്ള സ്ട്രെയിൻ ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാണും. സാരമില്ല, ക്ഷമിച്ചു കളയൂ. ഷീ ഈസ് ആംഗ്രി, യു നോ. ബേസിക്കലി അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ. നന്ദിനി, കൂടുതൽ സ്മാർട്ട് ആവാൻ നോക്കണ്ട. താഴും തോറും തലയിൽ ചവിട്ടി കയറിയാണോ? നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞങ്ങൾ വെറും അഴിഞ്ഞാട്ടക്കാരികളാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾ ലിമിറ്റ് വിട്ട് പോയിട്ടില്ല. എന്നാൽ ഇനി ഞങ്ങൾക്കും വാശിയുണ്ട്. ഒറിജിനൽ അഴിഞ്ഞാട്ടം എന്താണെന്ന് നിങ്ങൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാം ചർച്ചകളിലൂടെ. അതെ, നന്ദിനി പറയുന്നത് ശരിയാണ്. അങ്ങനെ അഴിഞ്ഞാടേണ്ട കാര്യം എന്താ? ഇട്ടിയമ്മ ചടിയ കൊട്ടിയമ്മ. ഞങ്ങൾ കളി തുടങ്ങാൻ പോവാ. മാധവൻ നോക്കിക്കോ. വാടി. കളിയോ? എന്ത് കളി? അവരെന്താ മീൻ ചെയ്യുന്നത്? എല്ലാം അകത്തേക്ക് പോകുന്നു. മാധവ സ്റ്റൈലെടുക്കണതെന്തടാ? ചിക്ക് ചിക്കാൻ ചിന്നടിക്കാൻ പാടാ. അടിപൊളി അമ്മാടിയെ അമ്പട
ഓക്കെ എണീറ്റോളൂ. കൺഗ്രാചുലേഷൻസ്, വൈഫ് പ്രഗ്നന്റ്. എനിക്ക് വേണ്ട. Then who is the husband? ചായ റെഡി. ഓ, യു ആർ ദ മാൻ. കൺഗ്രാചുലേഷൻ. താങ്ക് യു സർ. എന്താ സാർ? നല്ല കാര്യം, വൈഫ് പ്രഗ്നന്റാ. നന്ദിനി മതി. വല്ലവന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളാ. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഞാനല്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വേണ്ട, പറഞ്ഞത് കേട്ടതൊക്കെ മതി, തൃപ്തിയായി. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? മൂന്നാമത്തെ സന്തതി ഉടനെ ഉണ്ടാവുമല്ലോ, അതിനെ തീറ്റിപ്പെട്ടാണ് വഴി കണ്ടെത്ത്. അയ്യേ നന്ദിനി, ഞാൻ ഗർഭിണിയായിരുന്നപ്പോ എന്തായിരുന്നു പൊടിപൂരം? ബഡ്ജറ്റ് തകരും, ബാലൻസ് തെറ്റും. എന്നിട്ട് എന്തായി? ഇപ്പൊ ഒന്നും തെറ്റുമില്ല, തകരുമില്ല. ശടാ, ഇതെന്തൊരു ഗ്രഹപ്പഴയാ. വല്ലവന്മാർക്കും ഗർഭം ഉണ്ടായെന്ന് വെച്ചാൽ എന്റെ ബാലൻസ് തെറ്റുന്ന എങ്ങനെ? വല്ലവന്മാരോ? നല്ല പിള്ള സമയം നോക്കണ്ട, അത്രയ്ക്ക് മണ്ടിയൊന്നല്ല ഞാൻ. അതെ, നീ വെറും മണ്ടിയ. ഒന്ന് ഓർത്തു നോക്ക്, വിവാഹത്തിന് മുമ്പ് 2 കൊല്ലത്തോളം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നവരാ നമ്മൾ. എന്നെങ്കിലും തെറ്റായിട്ട് ഒരു വാക്ക്, ഒരു നോക്ക് എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? പറയ്. അത്രയ്ക്ക് കേമായിരുന്നു അന്നത്തെ നിങ്ങളുടെ അഭിനയം. നന്ദിനി വേണ്ട, ഒന്നും കേക്കണ്ട. നിങ്ങൾ കാണുന്നത് തന്നെ അറപ്പാ. കടന്നു പോകുന്നുണ്ടോ? സത്യം പറ, എന്റെ ചെലവിൽ ഉണ്ടുറങ്ങി എനിക്ക് തന്നെ പണിയായിരുന്നല്ലേ? കൊന്നുകളെ ഞാൻ. ആരായി തെമ്മാടിത്തരം ചെയ്തെന്ന് പറ. പറയാൻ ഇങ്ങനെ ചറ പറയാന്ന് പറയാൻ പറഞ്ഞ ആദ്യം ഡ്രാക്കുള പിടിയൊന്നും വിട. സത്യം പറയടാ. പിടിയൊന്നും വിടാലിയ. കണ്ണതാളം വേറെ സ്പെയർ കിട്ടൂല. എല്ലാ സത്യവും ഞാൻ പറയാം. എന്നാ പറ. ഈ ശാകുന്തളത്തിലെ ദുഷ്യന്തൻ ഞാനല്ല അളിയ, സ്റ്റീവൻ സ്പീൽബർഗിനാണ് സത്യം. അളിയൻ എന്നെ വിശ്വസിക്കും. എന്താ ഇത്? അപ്സ്റ്റെയറിലെ ലോഡ് ഷെഡിങ് അറിഞ്ഞപ്പോ മുതൽ ഈ മുൻകൂർ ജാമ്യം ഞാൻ കൊണ്ടു നടക്കുക. ഇതെന്ത് മാറണമെന്നാ ചോദിച്ചത്? താർ മരുഭൂമിയിൽ താമര വിടരില്ല എന്നുള്ളതിന്റെ തെളിവ് 4 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ സന്താന സൗഭാഗ്യ ചാനൽ കണ്ടുകെട്ടിയതിന്റെ സാക്ഷിപത്രം, വന്ധ്യംകരണ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ആഡിയോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഇല്ല ബ്രദറില്ല. ഇത്തരം സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ ഇല്ല. പക്ഷെ ഒരു ബുദ്ധി ഉപദേശിച്ചു തരാറുണ്ട്. 2ാം പ്രതി മോളിലുണ്ടല്ലോ, അവളോട് തന്നെ പോയി ചോദിക്കളിയാ 1ാം പ്രതി ആരാണെന്ന്. ചെല്ലളിയാ. ഫംഗ്ഷനിങ് ഇല്ല അല്ലേ? എനിക്ക് സത്യം അറിയണം. ഇതെങ്ങനെ സംഭവിച്ചു? പ്ലീസ് ബാലചേട്ടാ, എന്നോടൊന്നും ചോദിക്കരുത്. പിന്നെ ആരോട് ചോദിക്കണം? പറ, ഞാൻ ചെന്ന് ചോദിക്കാം. പറയാൻ വെറുതെ കുടുംബം കലക്കരുത്. ഇല്ല ബാലചേട്ടാ, ഞാൻ കാരണം ആർക്കും ഒരു കുഴപ്പവും വരില്ല. പ്ലീസ്, ഇനി എന്നെ ടോർച്ചർ ചെയ്യരുത്. ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം. എവിടെ പോകാൻ? എനിക്കറിയേണ്ടത് പറയാതെ നീ എവിടേക്കും പോവില്ല. പറയടി. സംശയത്തിന്റെ മാലപ്പടക്കത്തിലാണ് നീ തിരികൊളുത്തിയിരിക്കുന്നത്. ബാലചേട്ടാ, പറയാൻ. പറയാം, ഞാൻ പറയാം. നിന്നെ ഇന്ന് ഞാൻ എനിക്ക് പറയാനുള്ള കേട്ടിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ചെറ്റത്തരം മുഴുവൻ കാണിച്ചതും പോരാ, പിന്നെ നിന്റെ കുമ്പസാരം കൂടെ ഞാൻ കേൾക്കണോ? പ്ലീസ് ബാലു, കേൾക്കണം. ബാലുനറിയോ, അന്ന അവൾ എന്റെ ഭാര്യ. ഭാര്യ? അതെ, ഞങ്ങളുടെ രജിസ്റ്റർമാരെ കഴിഞ്ഞതാ. പക്ഷെ ഹൈലി ഓർത്തഡോക്സ് ഡാഡിയുടെ മുമ്പിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പൊ എനിക്കില്ല. ഇതൊക്കെ മുൻപേ ആലോചിക്കണമായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം അന്നെ വിളിച്ചോണ്ട് പോയിക്കോളാം. അറിയാമല്ലോ, ഇത്തരം വിഷയങ്ങളിൽ എന്റെ ഭാര്യയും ഹൈലി ഓർത്തഡോക്സ് ആണ്. ബാലു പ്ലീസ്, എല്ലാം എനിക്കറിയാം. പക്ഷെ ഈ അവസ്ഥയിൽ ബാലു എന്നെ സഹായിക്കണം. സഹായിക്കാം. നാളെ തന്നെ MD കണ്ട് ഒക്കെ തുറന്നു പറഞ്ഞ് വേണ്ടത് ചെയ്യിക്കാം. നോ ബാലു, നോ. ഡാഡി എന്നല്ല മറ്റാരും ഇതറിയണ്ട. കുറച്ചു കാലം. എത്ര കാലം? കള്ളത്തരങ്ങൾ മറച്ചു വെക്കാം. അതുപോലല്ല ഗർഭം, അതിങ്ങനെ വലുതായി വരും. അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മരുമകളായി സ്വീകരിക്കാനുള്ള വിശാല മനസ്കതയൊന്നും എന്റെ ഡാഡിക്കില്ല. എന്നാൽ എനിക്കൊരു കുഞ്ഞുണ്ടായാൽ അവനെ തള്ളിക്കളയാൻ ഒരുപക്ഷെ എന്റെ ഡാഡിക്കാവില്ല. അതുകൊണ്ട് അന്ന പ്രസവിക്കുന്നതുവരെ ഇക്കാര്യം ആരും അറിയരുത്, നന്ദിനി പോലും. അത് ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ അവള് സംശയത്തിന്റെ കൈലാസത്തില്ല. പക്ഷെ ബാലുന്നറിയാലോ, ഓഫീസിലായാലും പേഴ്സണലായാലും ഡാഡിയിൽ നിന്നും നന്ദിനി ഒന്നും മറച്ചു വെക്കില്ല. ഇക്കാര്യം എങ്ങനെ നന്ദിനി അറിഞ്ഞാൽ ആ നിമിഷം ഡാഡി അറിയും. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സ് നോവിക്കാൻ എനിക്കാവില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയുമ്പോ ഒക്കെ ഞാൻ തന്നെ നന്ദിനിയോട് തുറന്നു പറഞ്ഞോളാം.
ഇക്കണക്കിന് പോവുകയാണെങ്കിൽ കലങ്ങല് മാത്രമേ ഉണ്ടാവുള്ളൂ, തെളിയലുണ്ടാവില്ല. എന്റെ വീട്ടിലെ സ്ഥിതി അതാണ്. ഇല്ല ബാലു, നിങ്ങൾക്കൊരു ദോഷവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പൊ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കണം. അതിനിപ്പോ ബാലു മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. താങ്ക് യു ബാലു, താങ്ക് യു വെരി മച്ച്. പക്ഷെ നന്ദിനിയോട് ഞാൻ പറയും. പേടിക്കണ്ട, അവൾ ഡാഡിയോട് പറയില്ല. പോരെ? നന്ദിനി, സംശയമില്ല, ഇത് കൂടാത്ര. പ്രതിയെ പൊക്കാൻ പോയവൻ പൊതിയുമായി വന്നു. വേണ്ട, കിടന്നോളൂ. കുറച്ച് ഫ്രൂട്ട്സാ, ഇത് മൊത്തം എന്നെ കഴിക്കണം. അഭിലാഷിനെ കണ്ടു, വിഷമിക്കണ്ട, ഒരു കുഴപ്പം വരില്ല. അതേ കുട്ടി, ധൈര്യമായിട്ടിരിക്കൂ. ദാ ഫ്രൂട്ട്സ് ഒക്കെ ഭർത്താവ് മേടിച്ചു തന്ന, മാത്രവുമല്ല ഒരു വലിയ ലിസ്റ്റും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒക്കെ നാളെ തന്നെ മേടിച്ചു കൊടുത്തേക്കണമെന്നാ ഓർഡർ. അനുസരിക്കാതെ വയ്യല്ലോ, GM-ഉം ഭാര്യയും ആയിപ്പോയില്ലേ. ഡെയിലി കുറച്ച് എക്സസൈസ് ആവാം, കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം. ആരെന്തൊക്കെ പറഞ്ഞാലും മനസ്സ് വിഷമിപ്പിക്കരുത്. എന്താവശ്യമുണ്ടേലും എന്നോട് പറയാൻ മടിക്കണ്ട. പിന്നെ തൽക്കാലം ഇതൊന്നും ആരോടും പറയണ്ട. ഏതായാലും ഞാൻ ഇതൊക്കെ എന്റെ ശ്രീമതിയോടൊന്ന് പറയട്ടെ. പാവം, ആകെ ടെൻഷനില്ല. പേടിക്കണ്ട, അവള് കാരണം ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. മാധവ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയി. ഇനി ഒന്നും ആലോചിക്കാനില്ല. നന്ദിനി, പോയി കുട്ടികളെ എടുത്തോളൂ. നന്ദിനി, നീ ഇത് എവിടേക്കാ? ചെറുതാണെങ്കിലും ഒരു വാടക വീട് എനിക്കുണ്ട്. നന്ദിനി, നീ കാര്യം അറിയാതെ എടുത്ത് ചാടരുത്. ഇനി എന്ത് ചാടാൻ? ഏതായാലും നിങ്ങളുടെ വെപ്പാട്ടിയുടെ ബാല്യക്കാരിയായി കഴിയാൻ ഇവിടെ കിട്ടില്ല. അത് നന്ദിനി പറയട്ടെ. അവള് പറയില്ല, അവള് പാവാ. അതുപോലെയല്ല ഞാൻ. ഈ മാധവൻ വെറും പിഴയാ. തന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഈ നാട്ടിലെ കോടതിയും കച്ചേരി ഒന്നും കാഴ്ച ബംഗ്ലാവാക്കി മാറ്റിയിട്ടില്ലടാ. നമുക്ക് പോവാം. പ്ലീസ് നന്ദിനി, ഞാൻ പറയുന്നത് കേൾക്ക്. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. നീയും എന്നോടൊപ്പം ഉണ്ടാവണം. ഈ പറയുന്നത് എവളോടുള്ള സ്നേഹം കൊണ്ടല്ലെന്നും എവളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന 50,000 രൂപയ്ക്ക് വേണ്ടിയാണെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. ഇനി താനായി തന്റെ വീടായി. നന്ദിനിയുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും താൻ പ്രതീക്ഷിക്കണ്ട. തരില്ല. 2 കുഞ്ഞുങ്ങളെ വളർത്താനുള്ളത്. നന്ദിനി, എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട. പക്ഷെ ഇപ്പൊ നീ എങ്ങോട്ടും പോകരുത്, പ്ലീസ്. മാധവേട്ടാ, കുഞ്ഞുങ്ങളെടുക്ക്, നമുക്ക് പോവാം. എന്നാലും എന്റെ ബാലു, നിനക്ക് എങ്ങനെ തോന്നി ഈ ദുർബുദ്ധിയൊക്കെ? താലി കെട്ടിയ സ്വന്തം ഭാര്യയേക്കാൾ വലുത് നിനക്ക് ഒരുമിട്ടുള്ളതാണല്ലേ? നീ ഗതി പിടിക്കില്ല, നോക്കിക്കോ. ഇനി കമാന്നൊരക്ഷരം വിട്ടി പോയി. നീ എന്തോടി പറഞ്ഞേ? ഗതി പിടിക്കില്ലെന്നോ? എടിച്ചൂലേ, വഴിയാധാരമായപ്പോ കേറി കിടക്കാൻ ഒരിടവും വിശപ്പിന് ആഹാരവും തന്നവനാ ബാലു. ഉണ്ടാ ചോറിനോട് നന്ദി കാണിക്കണം. ഇവിടെ നന്ദി കാണിക്കണം. കയറിപ്പോടി. കെട്ടിയോൾക്ക് കെട്ടിയോനെ, ഉടപ്പുറന്നോൾക്ക് ഉടപ്പുറന്നവനെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ 7-ാം കൂലിയായ എനിക്ക് നിന്നെ അറിയാം. നീ തങ്കമട തങ്കം, 10 മാറ്റി തങ്കം. ആരൊക്കെ പോയാലും എനിക്കെന്റെ അമ്മയുണ്ടല്ലോ, അത് മതി. ഇന്നത്തോടെ എന്റെ ഓട്ടവും അലച്ചിലും ഒക്കെ അവസാനിക്കുകയാണമ്മേ. നാളെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുക. അവിടെ ചെന്ന എന്റെ അമ്മ പഴയ അമ്മയാവണം, പഴയ ആ ലക്ഷ്മി അമ്മ. എല്ലില്ലാത്ത നാവും ലക്കില്ലാത്ത മനസ്സുമല്ലേ. അവനങ്ങനെ പലരും പുലമ്പും, പലരും മനക്കോട്ടയും കിട്ടും. അല്ലേ വക്കീലേ? അല്ലാതെ പിന്നെ. എടോ, ഈ ജന്മമല്ല
ഇനി എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും അവൻ ഈ കുളപ്പുര വീടിന്റെ 7 അയലൊക്കത്തിട്ടില്ല. ഇങ്ങോട്ട് എണ്ണീട്ടരണ്ടരേ പുളുങ്കുരു അല്ല, ലക്ഷങ്ങളാ. ഇന്ന് നേരെ വരട്ടി വെളുത്താ പിന്നെ ഈ വീട് ആരുടേതാ? മുതലാളിയുടേത്. മുതലും പലിശയും ചേർത്ത് മൊത്തം 8.5 ലക്ഷം രൂപ വേണം. 6 ലക്ഷം അക്കൗണ്ടിലുണ്ട്. 2 ലക്ഷം രൂപയുടെ ലോൺ നാളെ രാവിലെ തന്നെ ശരിയാക്കി തരാമെന്നാ ബാങ്ക് മാനേജർ പറഞ്ഞിരിക്കുന്നത്. 6ഉം 2ഉം 8, ബാക്കി 50,000. വക്കീലെ, ബാക്കി ഇതൊക്കെ ബ്രദറിൻലായുടെ വൈഫ് തരാമെന്നാണ് ഏറ്റിരുന്നത്. പക്ഷേ അതെ, കോടതി കാര്യത്തിൽ പക്ഷേക്കൊന്നും സ്ഥാനമില്ല. കാശിന് കാശ് തന്നെ വേണം. 5 പൈസ കുറഞ്ഞാലേ വരരായ സമ്മതിക്കില്ല. അറിയാം സാർ, കുറവുള്ള കാശ് ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെ? ഇനി സമയമില്ല, കഷ്ടിച്ച് 24 മണിക്കൂർ. സത്യം. ഹലോ, അതെ കോമള, ഒരു മിനിറ്റ്. എന്താ ബൈ? ആരെ? ഇരുമ്പ് ചോണിനെ? പിന്നെന്താ? എന്ന്? നാളെയോ? ഓക്കെ, ശരിയാക്കാം. ബൈ, ഇപ്പൊ വിളിച്ചത് ഉപകാരമായി. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് 50,000 രൂപ വേണം. അടുത്ത മാസം തിരിച്ചു തന്നേക്കാം. ഓക്കെ ബൈ, വളരെ ഉപകാരം. ഞാൻ നാളെ രാവിലെ വരാം. ശരി. നീ ധൈര്യമായിട്ടില്ലടാ, കോമളിനും തന്നാലായത്. വേണ്ട കോമള, കടമെന്നൊക്കെ പറയുമ്പോ നന്ദിനിയുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാൻ നിനക്ക് മടിയുണ്ടായില്ലോ. അതെന്താ? ഭാര്യ ആയതുകൊണ്ടാ? എന്നാൽ ഈ കോമളൻ നിന്റെ സഹോദരനടാ. സഹോദരന് കൊടുക്കുന്നത് കടമല്ല, കടമയാ. നീ ടെൻഷൻ വിട. അല്ല, എനിക്കൊന്നും അത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. വകുപ്പ് എന്താ? ഇപ്പൊ വിളിച്ചത് എന്റെ ഒരു കസ്റ്റമറാ, ബഷീർ. നാളെ ആരെയോ സൽക്കരിക്കാൻ ഇരുമ്പ് ചൂണ്ട സഹായം ബഷീറിന്റെ ചങ്ങാതിക്ക് ആവശ്യമുണ്ട്. അത് ഒപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. പകരൊരു വായ്പാ സഹായം ബഷീർ ഏറ്റു. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. എന്തായാലും നന്നായി. ബാലു, ഏത് വിധേനയും വീട് തനിക്ക് തിരികെ തരാതിരിക്കാൻ വരദരായ ശ്രമിച്ചെന്നിരിക്കും. അതുകൊണ്ട് നമുക്കൊരു പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടിവരും. അപ്പോ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. വല്ലാത്തൊരു ടെൻഷനായി കോളമാ. കോമളൻ. ബ്രദറില, ധൈര്യമായിട്ട് പോയിട്ട് വരൂ, എല്ലാം നേരെയാവും. ബാലു, ഞാൻ പോയി ബഷീറിനെ കണ്ട് പൈസ വാങ്ങി അങ്ങ് കുളപ്പുര വീട്ടിലെത്തിക്കോളാം. ശരിടാ. ബോധേട്ടൻ ഹോസ്പിറ്റലിൽ ചെന്ന് അമ്മയും കൂട്ടി വീട്ടിലേക്ക് ചെല്ല്. ബാങ്കിൽ നിന്ന് കാശ് കൊടുത്ത് ഞാനങ്ങ് വന്നേക്കാം. വരട്ടെ ചേച്ചി. ശരി, ഞാനും കൂടെ ആശുപത്രിയിലേക്ക് വരട്ടെ. വേണ്ട, ആണുങ്ങൾ ചെയ്തു തീർക്കാനുള്ളതൊക്കെ ആദ്യം. പാല് കാച്ചാൻ സമയമാകുമ്പോ വിളിക്കാം, അപ്പൊ എഴുന്നള്ളിയാ മതി. ഇപ്പൊ അകത്തേക്ക് പോകൂ. ശരി ഏട്ടാ. ഞാൻ പറഞ്ഞ അനുസരിച്ചു. ഓ, ശുഭലക്ഷണം. അതേ വണ്ടി, സെയിം നമ്പർ തന്നെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. അതേടാ, സെയിം നമ്പർ. ഇത്തവണ ആള് തെറ്റില്ല. ഇത് അവൻ തന്നെ. ഓക്കെ ഓക്കെ. ബാലു, ഈ സിറ്റുവേഷനിൽ തന്നെ സഹായിക്കാൻ കഴിയാത്തതിൽ എനിക്ക് പ്രയാസമുണ്ട്. സർ, ഞാൻ സോണൽ ഓഫീസിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇന്ന് രാവിലെ കിട്ടിയത്. അടുത്ത 3 മാസത്തേക്ക് ഒരു ലോണും അനുവദിക്കേണ്ടെന്ന്. സർ, ഇത്രയും നാൾ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ എനിക്കറിയാം. പക്ഷേ ബാലു, ഐ ആം ഹെൽപ്ലെസ്. തൽക്കാലം അക്കൗണ്ടിലുള്ള കാശ് കൊടുത്ത് വരദരാജനെ കൺവിൻസ് ചെയ്യാൻ നോക്കൂ. കുറവുള്ളത് മാക്സിമം 6 മാസത്തിനകം കൊടുക്കാമെന്ന് പറയും. കഴിയില്ല സർ, ചില്ലി കാശ് കുറയാൻ സമ്മതിക്കില്ല അയാൾ. ഇനിയിപ്പോ ബാലു ഒന്ന് കൗണ്ട് ചെയ്തോളൂ. ബാലുവും അഭിലാഷും തമ്മിൽ നല്ല ബന്ധമല്ലേ? അയാളെ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ അഭിലാഷിനെ വിളിച്ച് പറയാം. യെസ്, അവൻ പുറപ്പെട്ടു കഴിഞ്ഞു.
അയ്യോ എന്തു പറ്റി? നിന്നെയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറയായി. നമ്മുടെ പഴയ കണക്കൊന്നും സെറ്റിൽ ചെയ്യണ്ടേ? പ്ലീസ്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പകരം നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇപ്പോഴല്ല, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവുക. നോ മാൻ, ഇപ്പൊ തന്നെ ഇറ്റ്സ് ടു ലേറ്റ്. എടോ വക്കീലേ, നമ്മുടെ നാട്ടിൽ ഇക്കാലത്ത് പോലീസുകാർക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുണ്ടോ? വെറുതെ എന്തിനാ ഇവരെ ഇങ്ങനെ നോക്കൂട്ടികളെ പോലെ നിർത്തിയേക്കണേ? അല്ല, നേരം കുറെ ആയില്ലേ ഇന്നിപ്പോ തുടങ്ങിയിട്ട്? ആ, എവിടെയാട്ടെ ബാലകൃഷ്ണൻ സാറ്? ചങ്കിന് പിടപ്പുണ്ടെങ്കിൽ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടൊക്കെ ആണല്ലോ താൻ വീഴ്വാട് മുടക്കിയത്. എന്നിട്ട് എന്റെ ഇതുവരെ കണ്ടില്ല. വരും, ബാങ്കിൽ പോയിരിക്കുക. ഇതാ ഇപ്പൊ നന്നായേ. ഏതോ ബാങ്കിൽ പോയത് അവന്റെ ഒഴിഞ്ഞ അക്കൗണ്ടിലുള്ള നക്കാപ്പിറ്റ കാട്ടിട്ട് നാടുവിടാനായിരിക്കും. നോ മിസ്റ്റർ വരദരാജൻ, ബാലു വരും. നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ കാശും. കഷ്ടം. ബാലു ഇതെവിടെ പോയിരിക്കുന്നു? നേരം എത്രയായി? ബോധേട്ടാ, ബാലു എത്തിയില്ല. ഇല്ല, ഞാനും അത് ആലോചിക്കുന്നത്. ബോധേട്ട വണ്ടി കയറി. അമ്മ ഇവിടെ ഇങ്ങനെ തനിച്ചാക്കിട്ടോ? അതിന് ഇയാളുണ്ടല്ലോ അവിടെ. സമയം കാണുന്ന വണ്ടി കയറി. എന്താ കോമള, എന്ത് പറ്റി? എല്ലാം പറയാ. ചേട്ടൻ വണ്ടി കയറി. വാ, കേറ്. ചന്ദ്ര, അമ്മയെ നോക്കിക്കോളൂ. ശരി ബോധേട്ട, ഞങ്ങൾ ഉടനെ മടങ്ങി. വാ അമ്മേ. ദൈവമേ, എന്റെ കാശ്. എന്താ ബാലു, എന്തു പറ്റി? എന്റെ കാശ്. കാശവിടെ? ബാഗ് കാണാനില്ല. ബാഗ് വാ. പണമില്ല, എനിക്കറിയില്ല. സത്യമായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അറിയില്ല, സത്യം. ബാലു എന്തിയെ?
കോല ഇത്? എന്നോട് ക്ഷമിക്കൂ ബാലു. അഭിലാഷ് എല്ലാം എന്നോട് പറഞ്ഞു. തെറ്റ് ചെയ്തത് ഞാനാ. ഞാനും സത്യം മനസ്സിലാക്കാതെ ഞങ്ങൾ ബാലുവിനെ തെറ്റിദ്ധരിച്ചു. സോറി ബാലു. നന്ദിനി തരാമെന്നേറ്റിരുന്ന 50,000 രൂപയും അഭിലാഷ് ഏൽപ്പിച്ച 2 ലക്ഷത്തിന്റെ ചെക്കും ഇതാ. വേണ്ട, ഇനി ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ തോറ്റുപോയമ്മേ. മോനെ, നമ്മുടെ വീട് എന്താ ബോധേട്ടാ? എന്താ ഉണ്ടായേ? ബാങ്കിൽ നിന്ന് എടുത്ത കാശ് ആരോ തട്ടിയെടുത്തു. ഈശ്വരാ, അവൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയാലും എന്റെ മുച്ചിലോട്ട് ഭഗവതി. ബാലകൃഷ്ണ സാറിന്റെ തിരുമുഖത്തുണ്ടാ ഒരു വൈക്ലപ്യം. പുറത്ത് കാറിനുള്ളിൽ ലക്ഷ്മിയമ്മയെ കണ്ടു. ഈ പഴി കയറാൻ ധൃതിയായി അല്ലേ? ലക്ഷ്മി ദേവി റെഡിയാണല്ലോ. ഇങ്ങോട്ടോ, എന്നിട്ട് ഐശ്വര്യമായിട്ട് ഈ വീടിന്റെ ആധാരം അങ്ങോട്ട് വാങ്ങിച്ചോ. കാശ് കാശ് എന്റെ കാശ് മുഴുവൻ നഷ്ടപ്പെട്ടു. മുതലാളി, എനിക്ക് 1 കൊല്ലം കൂടി സമയം തരണം. അതിനുള്ളിൽ മുഴുവൻ കാശ് ഞാൻ തരാം. പിന്നെ 1 കൊല്ലം കൂടി? 1 നിമിഷം കൂട്ടി തരാൻ. കാട്ടുണ്ടെങ്കിൽ എടുക്ക്, ഇല്ലെങ്കിൽ വന്ന വഴി തിരിച്ചു പോടാ. ഞാൻ പോകാം മുതലാളി. പക്ഷെ എന്റെ അമ്മ ഈ വീട്ടിൽ താമസിക്കാൻ കൊതിച്ചു വന്നിരിക്കുക. അങ്ങനെ വിരിച്ചിട്ടില്ലാട്ടൊന്നും കൊതിക്കണ്ട. പ്രാന്തിയുടെ ഒരു കൊതി. അങ്ങനെ പറയരുത് മുതലാളി. അമ്മയുടെ അസുഖം മാറാനുള്ള ഏക പ്രതീക്ഷയാ. കൂടുതലൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ്. അത്രയും നേരമെങ്കിലും എന്റെ അമ്മ ഈ വീട്ടിലൊന്ന് കഴിഞ്ഞോട്ടെ. 5 സെക്കൻഡ് ഞാൻ സമ്മതിക്കട്ടില്ല. നിന്നെ മോങ്ങാൻ വിളിച്ചോണ്ടിറങ്ങി പോടാ. മുതലാളി, എന്റെ അമ്മ. നിന്റെ അമ്മ നിനക്ക് വലുതായിരിക്കും, എനിക്ക് വലുത് എന്റെ കാറ്റ. അതില്ലല്ലോ നിന്റെ കയ്യില്. പിടിച്ച് പുറത്താക്കളാവനെ. തൊട്ടുപോകരുത്. മുതലാളി അല്പം മനുഷ്യത്വം കാണിക്കണം. സുഖമില്ലാത്ത സ്ത്രീയല്ലേ? അത് തന്നെ ഞാനും പറയുന്നേ. സുഖമില്ലാത്തതിനൊക്കെ ആശുപത്രിയിലോട്ട് കെട്ടിയെടുക്കണം. വേണ്ട, അമ്മ വരും, നമുക്ക് പോകാം. ബാലു, നമ്മുടെ വീട്. ഇല്ലമ്മേ, നമുക്ക് ഇനി ഒരു വീടില്ല. വരൂ. ബാലു അങ്കിൾ, ഇതാ അങ്കിൾ എന്റെ ബാഗ്. കുറച്ചു നേരത്തിന് മുമ്പ് മുടി നീട്ടി വളർത്തിയൊരു അങ്കിള് ആരും കാണാതെ അച്ഛന്റെ കൊടുത്തതാ. ഇത് ബാലു അങ്കിളുടെ ബാഗാണെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. നന്ദിയില്ലാത്ത നായേ, എന്നെ ഒറ്റാൻ വേണ്ടി വളർന്നോ നീ? അങ്കിൾ, അച്ഛൻ എന്നെ കൊല്ലും, എന്റെ അമ്മയെ ചവിട്ടിക്കുന്നത് പോലെ. ഇല്ല മോനെ, മോനെ ആരും ഒന്നും ചെയ്യില്ല. എന്നാ തന്റെ കാശ് പിടിച്ചോ. ഇത്രയും കാലം കൊള്ള പലിശയുടെ കള്ളക്കണക്ക് കുറച്ച് ബാലുവിനെ അമ്മയും ദ്രോഹിച്ചിട്ടും മതിയായില്ലല്ലോ. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മോഷിച്ചെടുക്കാൻ ഒരു ഉളുപ്പും തോന്നില്ലല്ലോ. ഇനി തന്റെ നിഴലിൽ വീണ് ഈ കുളപ്പുര വീടിന്റെ മുറ്റം അശുദ്ധാകാൻ പാടില്ല. തന്റെ ചാക്കാലപ്പോഴത്ത് പുറത്തിറങ്ങി പോടോ പച്ച പരമനാറി സേട്ടെ. ഇറങ്ങണം. അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ തമ്മിൽ ചില കണക്കുകളുണ്ട്. നടക്കണം. വരുമോ? മോൻ കരയണ്ട. നീ ഒരിക്കലും മറ്റൊരു ബാലുവാകാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കിനി ഞാനുണ്ട്. ബാ.